കോഴിക്കോട്ടെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്കൂളാണ് സിൽവർ ഹിൽസ് സ്കൂൾ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ സ്കൂളുകളുടെ കൂട്ടത്തിൽ പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് കുട്ടികൾക്ക് അറിയില്ലെങ്കിലും പാരൻസിന് നല്ല നിശ്ചയമുണ്ടാവും. കുറച്ച് മെനക്കെട്ടിട്ടാണ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും നല്ല ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിച്ച 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പ്രിൻസിപ്പൽ മണ്ണാറത്തറ എനിക്ക് വളരെയേറെ പരിചയമുള്ള ആളാണ്. കുറേ വർഷങ്ങൾ അദ്ദേഹം CMI പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ദേവഗിരി. 9 വർഷം ഉണ്ടായിരുന്നു അവിടെ. ആ കാലത്തൊക്കെ ഞാൻ ദേവഗിരിയിൽ അധ്യാപകനായിരുന്നു. ഇപ്പോഴിവിടെയുള്ള CMI, ഈ ടൗണിലുള്ള CMI സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന, അച്ഛനാൽ നയിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടുക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിയാത്ത ഒരു ഭാഗ്യമാണ്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു സ്കൂൾ എങ്ങനെ ഇരിക്കുന്നു എന്നത് അവിടുത്തെ പ്രിൻസിപ്പളിനെ ആശ്രയിച്ചിരിക്കും. ഒരു രാജ്യം എങ്ങനെ ഇരിക്കുന്നു എന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആശ്രയിച്ചിരിക്കും. ഒരു കുടുംബം എങ്ങനെ ഇരിക്കുന്നു എന്നത് കുടുംബനാഥനെ ആശ്രയിച്ചിരിക്കും. ഒരു സ്കൂൾ എങ്ങനെ ഇരിക്കുന്നു, ഒരു കോളേജ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ പ്രിൻസിപ്പളിനെ ആശ്രയിച്ചിരിക്കും. ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നന്മയുള്ള, മിടുക്കുള്ള ഒരു പ്രിൻസിപ്പൾ നയിക്കുന്ന ഒരു സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഒരു വിഷയമുണ്ട്. ഞാൻ ഭയങ്കര ആരോഗ്യവാനാകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുൻപിൽ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിച്ചാൽ മാത്രമേ ഞാൻ ആരോഗ്യവാനാവുകയുള്ളൂ. പോഷകസമൃദ്ധമായ ഭക്ഷണമുള്ള ഒരു പ്ലേറ്റിൻ്റെ മുമ്പിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാവില്ല. എനിക്ക് ആരോഗ്യമുണ്ടാകണമെങ്കിൽ ഞാനത് കഴിക്കേണ്ടതുണ്ട്. കഴിച്ചാൽ മാത്രമേ എനിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടി എന്നതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മിടുക്കിയോ ആയി തീരാൻ സാധ്യതയില്ല. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഒരു പ്രസംഗം എങ്ങനെ തുടങ്ങണം? നമ്മൾ വീട്ടിൽ നിന്നൊരു പ്ലാനൊക്കെ ഇട്ടാണ് വരിക. അപ്പോൾ ഞാൻ പ്ലാനിട്ട് വന്നത് ഐസക് ന്യൂട്ടൻ്റെ കഥ പറഞ്ഞ് തുടങ്ങാമെന്നാണ് വിചാരിച്ചു വന്നത്. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അല്ല, കഥയൊന്ന് മാറ്റിയേക്കാം, ക്രിസ്തുവിനെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന ചിത്രം എന്താണ്? കമ്പാഷനാണ്. ആരുടെ ഉള്ളിലും. അതിൽ ജാതിയുടെയും മതത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. ക്രിസ്തു എന്നുള്ളൊരു യൂണിവേഴ്സൽ ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർക്കുമ്പം ആദ്യം നിങ്ങളുടെ മുൻപിൽ വരുന്നത് ദയ, കമ്പാഷൻ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വരിക. പക്ഷെ വളരെ അപൂർവമായ അവസരങ്ങളിൽ മാത്രം ക്രിസ്തു ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വളരെ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ രൂക്ഷമായി സംസാരിച്ച ഒരു അവസരമാണ് ബൈബിളിൽ താലന്തുകളുടെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളൊരു സാധനം. താലന്തുകളുടെ ഉപമ. അപ്പം അതിങ്ങനെയാണ്. ഒരു ധനികനായ മനുഷ്യൻ, അദ്ദേഹം ദൂരദേശത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് അവരിൽ ഓരോരുത്തർക്കും ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു. താലന്ത് എന്നുള്ളത് അന്ന് ഇസ്രായേലിൽ ഉപയോഗിച്ചിരുന്ന നാണയത്തിൻ്റെ പേരാണ്, താലന്ത് എന്നുള്ളത്. അപ്പം അത് താലന്ത്, ഷെക്കേലൊക്കെയാണ് ഉപയോഗിച്ചത്. ഇപ്പോഴും ഇസ്രായേലിലെ നാണയത്തിൻ്റെ പേര് ഷെക്കേൽ എന്നാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കും. അപ്പം അന്ന് ബൈബിളിക്കൽ പീരീഡിൽ തന്നെ അവരുടെ നാണയത്തിൻ്റെ പേര് താലന്ത്, ഷെക്കേൽ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഭൃത്യന്മാരെ വിളിച്ചിട്ട് ഒരുത്തൻ്റെ കയ്യിൽ 5 താലന്ത് കൊടുത്തു, രണ്ടാമത്തവൻ്റെ കയ്യിൽ 3 താലന്ത് കൊടുത്തു, വേറൊരുവൻ്റെ കയ്യിൽ 1 താലന്ത് കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം ഒരു യാത്ര പോയി. 1 വർഷം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നപ്പം ഈ 5 താലന്ത് കിട്ടിയ ഭൃത്യൻ ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, മാസ്റ്റർ, ഇതാ നിങ്ങൾ തന്ന 5 താലന്ത് കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്ത് ഇത് 10 താലന്താക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്റ്റർ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നിന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. 3 താലന്ത് കിട്ടിയ ആളും ഓടി വന്നിട്ട് പറഞ്ഞു, ഇതാ നീ തന്ന 3 താലന്ത് കൊണ്ട് ഞാൻ വ്യാപാരം ചെയ്ത് 6 താലന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ആ 6 താലന്ത് വാങ്ങി വെച്ചിട്ട് പറഞ്ഞു, നല്ലവനായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. 1 താലന്ത് കിട്ടിയ ഭൃത്യൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ നീ തന്ന 1 താലന്ത് തിരിച്ചു പിടിച്ചോളൂ.
നീ ദുഷ്ടനാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനിനി കച്ചവടം ചെയ്താൽ നിൻ്റെ ഈ താലന്തകാൻ നഷ്ടപ്പെട്ടു പോയി നീ എന്നെ ശിക്ഷിക്കുമോ എന്ന് ഭയന്ന് ഞാൻ ഈ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തു, ഇതാ നിൻ്റെ താലന്ത്. ബൈബിളിൽ ക്രിസ്തുവിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും രൂക്ഷമായ വാക്കുകൾ ഇവിടെയാണ് വരുന്നത്. ദുഷ്ടനും മടിയനുമായ ഭൃത്യ. ദുഷ്ടനും മടിയനുമായ ഭൃത്യ. ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായിരുന്നത് കൊണ്ട് നിന്റെ ഈ ഒരു താലന്ത് കൂടി എടുത്ത് ഞാൻ 5 താലന്ത് കൊടുത്ത് 10 ആക്കി ഇവന് ഏൽപ്പിക്കും. ഇത് ലോകത്തിന് ക്രിസ്തു നൽകുന്ന വലിയൊരു പാഠമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ കുട്ടികളും താലന്തുകൾ വാങ്ങി വന്നവരാണ്. നമ്മൾ ആ താലന്തിനെയാണ് ടാലൻ്റ് എന്ന് വിളിക്കുന്നത്. ഈ താലന്ത് എന്നുള്ളതിൽ നിന്നാണ് ടാലൻ്റ് എന്ന വാക്കുണ്ടായിട്ടുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവം ഒരു ടാലൻ്റ് പ്ലാന്റ് ചെയ്തിട്ടാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ അയച്ചിട്ടുള്ളത്. ഈ ടാലൻ്റ് കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ വർദ്ധിപ്പിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ സൃഷ്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ ജന്മലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ പ്ലാന്റ് ചെയ്ത ഈ താലന്തുകളെ വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എപ്പോഴും നിലവിളിച്ചു കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ ഞാൻ കഴിവില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, എത്ര വായിച്ചാലും മനസ്സിലാകാത്തവനാണ്, സൗന്ദര്യമില്ലാത്തവനാണ്, മസിലില്ലാത്തവനാണ്, അവയവഭംഗിയില്ലാത്തവനാണ്, എൻ്റെ മുടി ചുരുണ്ടിട്ടാണ്, അല്ലെങ്കിൽ നീണ്ടിട്ടാണ്, എൻ്റെ സ്കിന്ന് കറുത്തിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ വെളുത്തിട്ടാണ്, ഇങ്ങനെയുള്ള ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു താലന്തും മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ദുഷ്ടനും മടിയനുമായവനെ അല്ലെങ്കിൽ അവളെ, നിന്റെ കയ്യിലുള്ളതും കൂടി എടുത്ത് ആ നന്നായി അധ്വാനിക്കുന്ന ഒരുവനുണ്ടല്ലോ അവന് ഞാൻ കൊടുത്തു കളയും എന്നാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അധ്വാനമാണ് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? ലക്ഷ്യബോധമുണ്ടോ? ഇപ്പോഴും നമ്മൾ കുട്ടികളോട് ചോദിക്കുക, എന്താവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? നല്ലൊരു ശതമാനം ആളുകൾ മിണ്ടില്ല. അവരുടെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവും, പക്ഷെ പറയാൻ ധൈര്യം ഉണ്ടാവില്ല. വേറൊരു കൂട്ടര് മനസ്സിലില്ലാത്തവരുണ്ട്, വെറും ബ്ലാങ്ക് ആയിട്ടുണ്ട്. എന്തിനാ പഠിക്കുന്നേ? പണ്ട് ഒരു സിനിമ ഇന്നസെന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമില്ല, നീ എന്തിനാടാ പഠിക്കുന്നേ എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു ചോദ്യം. അവന് തന്നെ ലക്ഷ്യമില്ല, ഞാൻ എന്താണ്. നമ്മളൊരു ഗ്രൗണ്ടിൽ ഇറങ്ങി ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് നമുക്കറിയില്ലെങ്കിൽ, എവിടെയാണ് ഗോൾ അടിക്കേണ്ടതെന്ന് നമുക്കറിയില്ല, പിന്നെ എന്തിനാ കളിക്കണേ? ഈ ഗോൾ ഉരുട്ടിക്കോ, പന്ത് ഉരുട്ടിക്കോ നടക്കാനോ? പന്ത് ഉരുട്ടിക്കോ നടക്കാനല്ലോ കളിക്കുന്നത് എവിടെയെങ്കിലും കൊണ്ട് ഗോൾ അടിക്കാനല്ലേ. അപ്പോൾ ഗോൾ പോസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? അപ്പം നമുക്കതിനെ സംബന്ധിച്ചൊരു ലക്ഷ്യമുണ്ടാവണം. ഞാൻ ആരാവണം, എന്താവണം എന്നതിനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമുണ്ടാവണം. ആ സാധനത്തിൻ്റെ പേരാണ് ലക്ഷ്യബോധം. ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് നമ്മളെ പല വഴിക്ക് തിരിച്ചു കളയുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അച്ഛനിപ്പോൾ ഇവിടെ സംസാരിച്ചു, ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ അടങ്ങിയിരിക്കുന്നില്ല, അധ്യാപകരെ സംബന്ധിച്ച് വലിയൊരു ഡിസ്ട്രാക്ഷനാണ്, ക്ലാസ് എടുക്കാൻ സാധിക്കുന്നില്ല. നിശ്ചയമായും ക്ലാസ്സിലെ ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കുശുകുശു പറയുന്നതാണ്. ഇപ്പം ഞാനും ദീർഘകാലം അധ്യാപകനായിരുന്ന ആളാണ്. ഇത്രയും വലിയൊരു ഓഡിയൻസിനിടയിലാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു കുട്ടി ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയാൽ എൻ്റെ കണ്ണങ്ങോട്ട് എത്തും. അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഫ്ലോ പോവും, എൻ്റെ ശ്രദ്ധ അവൻ്റെ മേലെയാകും. ഇത് ഓട്ടോമാറ്റിക്കായിട്ടൊരു സംഗതിയാണ്. നേരെ മറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എന്നെ ക്യൂരിയസ് ആയി നോക്കിയിരിക്കുന്ന സമയത്താണ് എന്നിൽ നിന്ന് ഏറ്റവും നല്ലത് പുറത്തു വരുന്നത്. വാസ്തവത്തിൽ എനിക്ക് ഊർജ്ജം തരുന്നത് നിങ്ങളാണ്. നിങ്ങൾ എന്നെ എത്രത്തോളം ശ്രദ്ധയോടെ നോക്കുന്നോ അത്രത്തോളം ഇഫക്റ്റീവായിട്ട് എനിക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ അറിയാതെ അങ്ങോട്ട് പോകും. അങ്ങനെ പോകുമ്പം എൻ്റെ ഡെലിവറൻസ് കപ്പാസിറ്റി കുറഞ്ഞു പോകും, എനിക്ക് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ഇത് അധ്യാപകർ എപ്പോഴും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പി ജി പഠിപ്പിക്കുന്ന സമയത്ത് ഒരു PG ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ സഹാധ്യാപകൻ, എൻ്റെ അത്ര തന്നെ എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. സാർ ഒരു ദിവസം ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്ന് ആ ബുക്ക്, അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്ക് മേശപ്പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജോസെ ആ മുമ്പിലിരിക്കുന്ന സാധനത്തിന് ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ, അല്ലാണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പം മുൻപിലെ ലെഫ്റ്റ് എക്സ്ട്രീമിലിരിക്കുന്ന കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ആ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ആ കുട്ടിയുടെ മുഖത്തൊരു ഭാവമുണ്ട്, ഒന്ന് പോയി തരാവോ? ഓക്കെ, ആ ഒരു ഭാവത്തോടെയാണ് ഇരിക്കുക.
അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതനുസരിച്ചാണ് അധ്യാപകൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരുന്നത്. കാരണം ഇതൊരു മനുഷ്യനാണ്, മനസ്സുകൾ തമ്മിലുള്ള സംവാദനമാണ് അധ്യാപനം എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രശ്നം, ഇവർ ചെറിയ കുട്ടികളാണ്. ഞങ്ങളൊക്കെ പിന്നെ ഈ +1 എന്ന് പറയുന്നത് കോളേജിൽ പഠിച്ചവരാണ്. അത് ഞങ്ങൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളായിരുന്നു. അപ്പം അധ്യാപകർ വന്നിട്ട് ലെക്ചർ ചെയ്തിട്ടങ്ങ് പോകും. ഇവൻ പഠിച്ചോ പഠിച്ചില്ലയോ, ക്ലാസ്സിൽ കയറിയില്ലയോ, ഇമാതിരി യാതൊരു അന്വേഷണവും ഇല്ല. ഇപ്പോൾ പ്രീ ഡിഗ്രി ക്ലാസ്സിലൊന്നും പൊതുവെ കുട്ടികളുണ്ടാവില്ല, കയറില്ല, വെറുതെ ഇങ്ങനെ ഉഴപ്പി നടക്കും, തിരിഞ്ഞ് നടക്കും, ഒരുത്തിന് രക്ഷപ്പെടില്ല, എല്ലാം നശിച്ചു പോകും. അപ്പം അങ്ങനെ സർക്കാരിന് മനസ്സിലായി യുവന്മാരെ ഇങ്ങനെ കോളേജിൽ പഠിപ്പിക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല, യുവന്മാർ 2 കൊല്ലം കൂടെ സ്കൂളിലിരിക്കണം, വടിയുടെ കീഴിൽ തന്നെ ഇരിക്കണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന സാധനം എടുത്ത് സ്കൂളിൻ്റെ ഭാഗമാക്കിയത്. സ്കൂളിലും കോളേജിലും ഡിഫറൻറ്റ് കൾച്ചറാണ്. സ്കൂളിൽ പഠിപ്പിക്കും, കോളേജിൽ വേണേൽ പഠിച്ചാൽ മതി, ആ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കും, നിർബന്ധമായിട്ട് പഠിപ്പിക്കും. ആ മോണിറ്ററിങ് ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്, നിങ്ങളുടെ പ്രായത്തിന് അതിനുള്ള പക്വതയേ ഉള്ളൂ എന്നതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അപ്പം പക്ഷെ കാലം വല്ലാതെ പുരോഗമിച്ചു പോയി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഇതുപോലെ അത് പിന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പരീക്ഷാ പേടി ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഇതൊരു ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു പെൺകുട്ടി, 3 പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ച് ഇത് പിന്നെ 11 ക്ലാസ്സുകളുടെ ഇടയ്ക്കുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞു, കുട്ടികളുടെയൊക്കെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇനി എന്നെ ഒന്ന് ഡിസ്പോസ് ചെയ്തിട്ട് വേണം അവർക്ക് അവരുടെ പണിയിലേക്ക് പോകാൻ. അപ്പോൾ അവർ പറഞ്ഞു സാറേ വേഗം വാന്ന് പറഞ്ഞു. അപ്പോൾ 3 കുട്ടികൾ ഇങ്ങനെ എന്നെ കാത്തു നിൽക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചോട്ടെ, ഇവരെന്നെ എന്തോ പറയാനാണ് നിൽക്കുന്നത്, 3 പെൺകുട്ടികളാണ്. അപ്പം സാറ് പറഞ്ഞു അല്ല സാറേ തിരക്കോട്ടെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സാറ് പോയിക്കോ, ഞാൻ ഇവരെ ഡിസ്പോസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം, ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ആ സാറിനെ അയച്ചു. ഇപ്പോൾ ഈ 3 കുട്ടികൾ അടുത്ത് വന്ന് വളരെ സംശയിച്ചാണ് വരുന്നത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്, യൂണിഫോമൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ? അല്ല സാർ, ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ചെറിയ കാര്യം? അപ്പോൾ കൂട്ടുകാരിയായിട്ടുള്ള സെൻട്രൽ നിൽക്കുന്ന കുട്ടിയുടെ കൂട്ടുകാരിയായിട്ടുള്ളവൾ പറഞ്ഞു ഇവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രേമവും പ്രണയവും ഒക്കെയാണ്, ഇപ്പോഴത് റിലേഷൻഷിപ്പാണ്. ഇവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ടീച്ചർ പിടിച്ചു. ഇന്ന് പിന്നെ ഈ കുട്ടികളുടെ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ടീച്ചർ ഇവളുടെ അമ്മയോട് ഇത് പറയും. അമ്മയോട് പറഞ്ഞാൽ വീട്ടിൽ വലിയ സീനാവും എന്നുള്ളത് ഇന്നത്തെ കാലത്തെ ഒരു ഭാഷയാണ്, നമുക്കത് വലിയ പരിചയമുള്ള ഭാഷയല്ല. വീട്ടിൽ വലിയ സീനാവും, അതുകൊണ്ട് സാറ് ടീച്ചറോടൊന്ന് പറയണം, ഈ കാര്യം അമ്മയോട് പറയരുത്. ഇതാണ് ആവശ്യമുണ്ടായത്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് എന്നോടൊരു മെൻ്റൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ റിലേഷനിൽ നിന്നുണ്ടായ ധൈര്യത്തിലാണ് ആ കുട്ടി എന്നോട് ഇത് വന്ന് പറയുന്നത്. ഞാൻ ഇത്ര പല വിഷയങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് പിന്നെ ആരോടാ റിലേഷൻ? അല്ല സാർ, അത് ഇപ്പം റിലേഷനൊന്നും ഇല്ല, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. ഓ അത് ശരി. അപ്പം അത് പിന്നെ എപ്പോഴായിരുന്നു റിലേഷൻ തുടങ്ങിയത്? അല്ല സാർ, അത് 8 തുടങ്ങിയതാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ് റിലേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, പ്രണയെന്നോ പ്രേമെന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, റിലേഷൻ. 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ്. ഓ ശരി. എന്നിട്ട് എന്തായി? അല്ല അത് 8ന് ടീച്ചർ പിടിച്ചപ്പോൾ പിന്നെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ സഹിക്കാൻ പറ്റിയില്ല. 9ാം ക്ലാസ്സിൽ ഞങ്ങളത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ടീച്ചർ പിടിച്ചു, പാരൻസിനെ വിളിപ്പിച്ചു, ശക്തമായിട്ട് വാൺ ചെയ്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു വേണ്ടെന്ന് വെച്ചപ്പോൾ? നല്ല സുഖമായിരുന്നോ? ഇല്ല സാർ, ഭയങ്കര വേദനയായിരുന്നു. എത്ര വേദന ഉണ്ടായിരുന്നു? അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ശരി ഓക്കെ, എന്നിട്ട് വേണ്ടെന്ന് വെച്ചതാണോ? അതെ സാർ, അത് തീർത്തും വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടായത്? ഇപ്പം ഒന്നും ഉണ്ടായില്ല സാർ. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിൽ പോകുമ്പോൾ ആ കുട്ടി എൻ്റെ നേരെ വന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് സംസാരിക്കാൻ വന്നു. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. അപ്പം ഞാനൊന്ന് മിണ്ടി, കറക്റ്റ് അത് ടീച്ചർ കണ്ടു. അപ്പോൾ ടീച്ചറിനെ പിടിച്ചു. അപ്പോൾ ഇപ്പോൾ അത് വീട്ടിൽ പറഞ്ഞാൽ അത് വലിയ സീനാവും. ശരിക്കും ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് സാർ. അപ്പം ഞാൻ ചോദിച്ചു ശരിക്കും വേണ്ടെന്ന് വെച്ചതാണോ? അതെ ശരിക്കും വേണ്ടെന്ന് വെച്ചതാണ്. ശരി. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ശരിക്കത് വേണ്ടെന്ന് വെച്ചെങ്കിൽ നിൻ്റെ അമ്മയുടെ കണ്ണിൽ നോക്കി നീ അത് പറഞ്ഞാൽ മതി, ഞാനത് വേണ്ടെന്ന് വെച്ചതാണ് അമ്മേ എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്കത് മനസ്സിലാവും. 2 തല്ലുന്ന തല്ലിക്കോട്ടെ, സാമാന്യം കൊള്ളാവുന്നൊരു കുരുത്തക്കേട് കാണിച്ചതാണല്ലോ,
അപ്പോൾ അതുകൊണ്ട് 2 തല്ലുന്നെങ്കിൽ നീ അങ്ങോട്ട് മേടിച്ചോ, ഇത് നീ നിൻ്റെ അമ്മയുടെ കണ്ണിൽ നോക്കി തറപ്പിച്ച് പറഞ്ഞാൽ മതി, അമ്മേ ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തെ കുട്ടികളോട് ചോദിക്കുമ്പോൾ പ്രണയിക്കുന്നത് തെറ്റാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം വരിക. ഇപ്പോൾ ഞാനിത് കോളേജിൽ നിരന്തരം നേരിടുന്ന പ്രശ്നമാണ് കേട്ടോ. ഞാൻ പ്രിൻസിപ്പളായിരുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നെ ആ ജോലി അച്ഛനെ ഏൽപ്പിച്ചത്. എനിക്കധികം കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ ഞാനത് ചെയ്യണം, അത് മാനേജർ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാറേ ഇവിടുത്തെ എൻവയോൺമെൻറ്റ് വല്ലാതെ കേടായിപ്പോയി, സാറൊന്ന് ശരിയാക്കി തരണം. അപ്പോൾ ഇത് എല്ലാവരെ കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല, ഒന്ന് ശരിയാക്കണം, പിന്നെ നമുക്ക് ഉരുണ്ട് പോയിക്കോളും. ഇപ്പോൾ കോളേജിൽ വന്നിട്ട് കോളേജിന് മുമ്പ് തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തോളത്ത് കൈയിട്ടിരിക്കുക, ഇമാതിരിയുള്ള പരിപാടികൾ. അപ്പോൾ ഞാനിത് കണ്ടാൽ ഇവരുടെ അടുത്ത് ചെല്ലും, എന്താണ് ഇത്? അപ്പോൾ ഇവർ പറയും, അത് സർ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സാണ് സർ. ഫ്രണ്ട്സിന് തോളത്ത് കയറ്റിരിക്കണം. അല്ല, ഫ്രണ്ട്സിൻ്റെ തോളത്ത് കയറുന്നുണ്ടെന്നാ കുഴപ്പം? ശരി, ഓക്കെ, നീ വാ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. പ്രിൻസിപ്പൽ റൂമിൽ കൊണ്ടുപോകും. ശരി, നിങ്ങളുടെ വീട്ടിലൊക്കെ അയൽവക്കത്തൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ആ ഉണ്ട് സാർ, അയൽവക്കത്തൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. സാധാരണ ഇതിൽ ചോദ്യം തുടങ്ങുമ്പോൾ ആൺകുട്ടികൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ അവർ പറയും, സോറി സാർ സോറി സാർ സോറി സാർ ആയിക്കോട്ടെ. പെൺകുട്ടികൾക്ക് എത്ര വീട്ടിൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? നിങ്ങളെ വീട്ടിൽ നിൽക്കുക, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, എന്താ കുഴപ്പം? സാറിന് എന്താ പ്രശ്നം? ശരി, ഓക്കെ. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ അയൽവക്കത്ത് നിന്നുള്ള ഈ ഫ്രണ്ട് ഇങ്ങോട്ട് വരുമ്പം അപ്പുറത്തെ വീട്ടിലെ ചേട്ടത്തി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നിന്റെ അച്ഛൻ്റെ ഫ്രണ്ടാണല്ലോ, നിന്റെ അച്ഛൻ നേരെ പോയിട്ട് അവരുടെ കഴുത്തിൽ കൈയിടും. അപ്പം പെൺകുട്ടി, അല്ല സാർ അത് സോറി സാർ സോറി സാർ സോറി സാർ കുഴപ്പമില്ല സോറി സാർ. അപ്പം ഞാൻ പറയും, ഇതിനൊരു എറ്റിക്കേറ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. നിങ്ങൾ പ്രേമിക്കുകയോ ഇഷ്ടപ്പെടുമോ അതൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷേ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഒരു പബ്ലിക് പ്ലേസിൽ ബിഹേവ് ചെയ്യാൻ പുരുഷന്മാരും സ്ത്രീകളും ബിഹേവ് ചെയ്യാൻ, ആൺകുട്ടികളും പെൺകുട്ടികളും ബിഹേവ് ചെയ്യാൻ അതിനൊരു മര്യാദയുണ്ട്. ഒരു കാരണവശാലും ശരീരത്തിൽ സ്പർശിച്ചിട്ടുള്ള കളി പാടില്ല. അത് എറ്റിക്കേറ്റ് എന്ന് പറയും, മര്യാദയാണ്. നിങ്ങൾക്ക് പ്രേമുണ്ട്, നിങ്ങൾ വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചോളൂ, അത് വേറെ കാര്യം. നിങ്ങളുടെ പ്രേമം നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് കൊള്ളാവുന്നൊരു തൊഴിലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഒരു കുടുംബം കൊണ്ടു നടക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാലത്ത് നിങ്ങൾക്ക് ഈ പ്രണയം ബാക്കിയുള്ള നിങ്ങൾ നടത്തിക്കോ. പക്ഷെ അത് കോളേജിൽ വന്നിട്ട് ഇതുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പരിപാടി, ആ പരിപാടി നടക്കില്ല. ഒരു 2-3 ദിവസം ഒരു 4-4 കപ്പിളിനെ പിടിച്ച് കഴിഞ്ഞ് പാസ്സൂക്കേട് അങ്ങോട്ട് തീർന്നു. അപ്പോൾ ഇല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ കഴിയണം. ഞാൻ എനിക്ക് മുമ്പുള്ള പ്രിൻസിപ്പൾമാരൊക്കെ ഇത് കേട്ട് വിറച്ചിരിക്കുന്നുണ്ട്, സാർമാരെ വിറപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. സാറിൻ്റെ കണ്ണിനാണ് കുഴപ്പം, എൻ്റെ പ്രവൃത്തിക്കല്ല കുഴപ്പം. സാർ ഈ കാണുന്നതൊക്കെ മറ്റേ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് സാറിന് അങ്ങനെ തോന്നുന്നത്, സാറിൻ്റെ കണ്ണിലാണ് പ്രശ്നം. അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ 14, 15, 16 ഒരു 12 വയസ്സ് മുതൽ പെൺകുട്ടികൾക്ക് അവരുടെ പ്യൂബർട്ടി ഏജിലേക്ക് എത്തുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചത് 15 വയസ്സ്. ഇപ്പോഴത് വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ച് 9 വയസ്സ് ആ സ്റ്റേജിലൊക്കെ പ്യൂബർട്ടി ആവുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചും അത് മുൻപോട്ട് വരുന്നു. 12 വയസ്സ്, 13 വയസ്സ്. ധാരാളം ഹോർമോണുകൾ റിലീസ് ചെയ്യും. നമ്മളോട് ചോദിച്ചിട്ടല്ല നമ്മളുടെ ബ്രെയിനിൽ ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നത്. അത് അതിൻ്റെ നിലയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ രൂപമാറ്റങ്ങൾ വരും, നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും, നിങ്ങൾ റിബല്യസ് ആവും, ദേഷ്യം വരും, പ്രണയമുണ്ടാവും. ഇവ കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലെന്ന് അടിച്ചിട്ട് യാതൊരു വിശേഷവുമില്ല, എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്സിഡോസിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്, ലവ് ഹോർമോൺ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്, ലവ് ഹോർമോൺ. അപ്പോൾ അത്തരം ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് താല്പര്യം തോന്നുക എന്നുള്ളത് വളരെ നാച്ചുറലാണ്. പക്ഷെ ആ താല്പര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതും ആവശ്യമാണ്. അതാണ് സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്, അത് നിയന്ത്രിച്ച് വെക്കണം. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കൃതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ 4 കാലഘട്ടങ്ങളായി വേർതിരിക്കുന്നത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയാണ്. കാലം എത്ര മാറിയാലും ആ പഴയ മനുഷ്യൻ തന്നെയാണ് ഈ മനുഷ്യൻ, ഒരു വ്യത്യാസമില്ല. പണ്ടുള്ള വേദന തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പണ്ട് ഹൃദയത്തെ നോവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഹൃദയത്തെ നോവിക്കുന്നത്. പണ്ട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സന്തോഷമുണ്ടാക്കുന്നത്. ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മാറിയെന്നേ ഉള്ളൂ. ബയോളജിക്കൽ മനുഷ്യൻ പഴയ ബയോളജിക്കൽ മനുഷ്യൻ തന്നെയാണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഈ 4 കാലഘട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബ്രഹ്മചര്യം എന്നാൽ ബ്രഹ്മാവിൽ ചരിക്കുക എന്നാണ്. ഭാരതീയ സംസ്കൃതിയിൽ എല്ലാത്തിനെയും ദൈവവുമായി ബന്ധപ്പെടുത്തി കാണുന്ന ഒരു രീതിയുണ്ട്. ബ്രഹ്മാവ് എന്നാൽ ദൈവം എന്നർത്ഥം. വിദ്യാഭ്യാസത്തിന് മാത്രമായി ഒരു ദൈവമുണ്ട്, സരസ്വതി. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൽ ചരിക്കുക, ദൈവത്തിൽ ചരിക്കുക, ജ്ഞാനത്തിൽ ചരിക്കുക. ദൈവം ജ്ഞാനമാണ്. ഇത് ജ്ഞാനം നേടേണ്ട പ്രായമാണ്, അറിവ് നേടേണ്ട പ്രായമാണ്. അതുകൊണ്ട് തന്നെ പണ്ട് ഗുരുകുലത്തിലാണ് ഇത് ചെയ്യുക.
ഇന്ന് അതിൻ്റെ സിസ്റ്റം മാറിയെന്ന് മാത്രം. നിങ്ങളിത് സ്കൂളിൽ വന്ന് ചെയ്യുന്നു. ഇത് നിങ്ങൾ പഠിക്കേണ്ട കാലമാണ്. എൻ്റെ ചെറിയ മോള് ഷീസ് എ ഡോക്ടർ. എനിക്ക് 3 പെൺകുട്ടികളാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകൾ ഡോക്ടർമാരാണ്. മൂത്ത ആളെ MBA M.Tech ചെയ്തു. അവൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഈ ചെറിയ കുട്ടി അവളിപ്പം MBBS കഴിഞ്ഞിട്ട് PG എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. തൃശ്ശൂരുണ്ട്. അവൾ ചെറുതായിരിക്കും സമയം. അച്ഛൻ്റെ സ്കൂളിൽ ചേർന്നത് അവൾ 6ാം ക്ലാസ്സിലാണ് ദേവഗിരി പബ്ലിക്കിൽ ചേർന്നത്. അതിന് മുമ്പ് പ്രസൻറ്റേഷനിലായിരുന്നു. അപ്പോൾ അവളൊരു 1, 2 പഠിക്കുന്ന കാലം ഞാൻ അവളെ കാറ്റഗിസത്തിന് കൊണ്ടുപോയിട്ട് ദേവഗിരി പള്ളിയിൽ നിന്ന് കാറ്റഗിസത്തിന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. ഭയങ്കര ചാറ്റ് ബോക്സാണ്, ചിലച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് കയറിയപ്പോൾ മുതൽ ഇങ്ങനെ ചിലയാണ്. അന്ന് ATM എന്ന് പറഞ്ഞ സാധനം വരുന്ന ഒരു കാലമാണ്. ATM എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അധികം ഇല്ല. അപ്പോൾ ദേവഗിരി പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ അവിടെ ഒരു ATM ഉണ്ട്. അപ്പം ഞാനവിടെ വണ്ടി നിർത്തി. അപ്പം ഞാനങ്ങോട്ട് കൂടെ വരാം, ശരി വന്നോളൂ എന്ന് പറയും. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ ATM-ൽ കയറി. ഈ കുട്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു, പൈസ വരുന്നു, എടുക്കുന്നു, ഒക്കെ തിരിച്ചു വന്നു. കാറിൽ കയറിയിട്ട് പിന്നെ ഈ കുട്ടി മിണ്ടുന്നില്ല. വളരെ ഗൗരവത്തിലാണ്, മിണ്ടുന്നതേ ഇല്ല. ഇപ്പം ഞങ്ങൾ ഇവൻ്റെ ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞു കൂടുതൽ ഞാൻ അഗ്രികൾച്ചറിസ്റ്റ് ആണ് എന്നൊരു ടേം കൂടെ പറഞ്ഞു. ഞങ്ങൾ കൃഷിക്കാരാണ്, ബേസിക്കലി തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു ജോലി കിട്ടിയപ്പോൾ ഇവിടെ ഒന്ന് ജോലി ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോഴും തോട്ടങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ തോട്ടമാണ് പ്രധാനമായിട്ട്. ഇപ്പോൾ ഈ റബ്ബറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കും. നിങ്ങൾക്ക് തോട്ടത്തിൽ കൂടെ നടക്കാനാവില്ല, ഓടാനേ പറ്റുള്ളൂ. എന്താ കാരണം? കൊതുക് നിങ്ങളെ ചേസ് ചെയ്യും. നിങ്ങളവിടെ കയറി കഴിഞ്ഞാൽ ധാരാളം കൊതുക് ഉണ്ടാവും. ഇതിങ്ങനെ തേനീച്ച പോലെ നിങ്ങളെ പൊതിയാൻ വരും. അപ്പോൾ നിങ്ങൾ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ ഓടേണ്ടി വരും. അതുപോലെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര മണമായിരിക്കും. റബ്ബർ ഷീറ്റ് ഉറയൊഴിക്കുന്നത്, പിന്നെ അതിൻ്റെ ആസിഡ് കലർന്ന വെള്ളം, അത് ചീഞ്ഞ മണം, ഷീറ്റ് ഉണക്കുന്ന സ്ഥലത്തെ മണം. അപ്പം ഇവിടെയൊക്കെ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവള് വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് 3 പെൺകുട്ടികളാണ്, ഇത് ഇളയ കുട്ടിയാണ്. അപ്പോൾ ഏകദേശം വീട് എത്താറായപ്പോൾ ഇവള് ചോദിച്ചു, അല്ല അപ്പം മരിക്കുമ്പം അപ്പൻ്റെ തോട്ടമൊക്കെ ഞങ്ങൾക്ക് തരൂലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം മരിക്കുമ്പോൾ അപ്പൻ്റെ തോട്ടമൊക്കെ നിങ്ങൾക്ക് തരും, നിങ്ങൾക്കുള്ളതല്ലേ, ഇങ്ങെടുത്തോ. അല്ല അപ്പം അത് എനിക്ക് തോട്ടം വേണ്ട, തോട്ടമൊക്കെ ചേച്ചിമാർക്ക് കൊടുത്തേക്ക്, എനിക്ക് ആ കാർഡ് മതി. ഏത് കാർഡ്? ATM കാർഡ് മതി. തോട്ടത്തിൽ പോയിട്ട് കൊതുകടി കൊള്ളുക, റബ്ബർ ഷീറ്റിൻ്റെ മണ അടിക്കുക, ഇമാതിരിയുള്ള പണിയൊന്നും ചെയ്യാതെ കുറച്ച് കാശ് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാര്യമായില്ലേ? പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കാശ് മതിയല്ലോ. മെഷീൻ ആർക്കെങ്കിലും വെറുതെ കാശ് തരുമോ? തീർച്ചയായിട്ടും ഇല്ല. ഈ കാശ് കിട്ടണം എന്ത് വേണം? ഈ കാശ് കിട്ടണമെങ്കിൽ നമ്മൾ റബ്ബർ തോട്ടത്തിൽ പോകണം, റബ്ബർ വെട്ടണം, പാലെടുക്കണം, ഷീറ്റ് ഉണ്ടാക്കണം, വിൽക്കണം, പൈസ വാങ്ങി ബാങ്കിൽ കൊണ്ടിടണം, എന്നിട്ടാണ് ഈ പൈസ എടുക്കുക, ഇല്ലേ? അവസാനം ഈ പൈസ എടുക്കുന്നത് മെഷീനിൽ നിന്ന് വരുന്നത്, ബാക്കി മുഴുവൻ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. ഇതേ കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, മാനേജർ ആവണം, പൈലറ്റ് ആവണം, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എങ്ങനെയാണ് സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുക? കഠിനാധ്വാനം ആവശ്യമുണ്ട്. ATM മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഫ്രൂട്ടുകൾ മാത്രമായി ഒരിടത്തുനിന്ന് ലഭിക്കില്ല. മെഷീനിൽ നിന്ന് കാശ് വരുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതാണ് രസമല്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ? ഇതുപോലെ നിന്ന് സംസാരിക്കാൻ എത്ര കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും എത്ര വായന കൊണ്ടും ആണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. ഇതുപോലെ ഓഡിയൻസിന് മുമ്പിൽ സംസാരിക്കുന്നത് ചെറിയ കാര്യമല്ല. ഇത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. കഠിനാധ്വാനമുണ്ട് ഇതിൻ്റെ പുറകിൽ. എത്രയോ വർഷത്തെ വായനയുണ്ട്. വളരെ പരന്ന വായനയും ചിന്തയും ഒക്കെ ഉള്ളവർക്കാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് നിൽക്കാൻ പറ്റുക. അതുപോലെ ജീവിതത്തിൽ ഓരോ പൊസിഷനിൽ എത്തണമെങ്കിലും അതിൻ്റെ പുറകിൽ നിശ്ചയദാർഢ്യത്തോടുള്ള കഠിനാധ്വാനം ആവശ്യമുണ്ട്. പഠിക്കേണ്ട കാലത്ത് ജീവിതത്തിൽ നമുക്ക് പ്രിഫറൻസുകളുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തെ നമ്മൾ അടുക്കി വെച്ച് ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ അടുക്കി വെക്കുന്നത്. പഠിക്കാൻ വിടുന്ന കാലത്ത് പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റൂല. നിങ്ങളുടെ ATM മെഷീനിൽ കാശുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് പലപ്പോഴും കുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് ഉറങ്ങുന്നത് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയും. ഉറങ്ങാൻ നിങ്ങൾക്ക് സമയം കിട്ടും. നിങ്ങൾ ആദ്യം ഒരു പണി ഉണ്ടാക്കി എടുക്കുക, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറങ്ങുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്ന സമയമല്ല, ഉറക്കളച്ചിരുന്ന് അധ്വാനിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ATM മെഷീനിൽ പൈസ നിറയ്ക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ അധ്വാനിക്കും. വിതച്ചതേ കൊയ്യാനാവൂ, വിതച്ചത് മാത്രമേ കൊയ്യൂ. വിതയ്ക്കാതെ ആരും കൊയ്തിട്ടില്ല. ഇത് ജീവിതത്തിന് ഇൻവെസ്റ്റ്മെന്റ് പീരീഡാണ്. ഈ പീരീഡിൽ നിങ്ങൾ എത്ര കൃത്യമായി കഠിനമായി അധ്വാനിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ
അതിനനുസരിച്ച് നിങ്ങളുടെ കൊയ്ത്ത് മെച്ചപ്പെടും. നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി ജീവിതം അടിച്ചു പൊളിക്കണം എന്ന ചിന്ത ഒഴിവാക്കി, ഉറങ്ങണം എന്ന ചിന്ത ഒഴിവാക്കി, മടി എന്ന് പറയുന്ന എല്ലാവരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു പിശാചുണ്ടല്ലോ, മടിയാണ് പിശാച്. ആ പിശാചിനെ പരമാവധി ഓടിച്ച് തലച്ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നതിനെ ഒഴിവാക്കി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലതുപോലെ കൊയ്തെടുക്കാൻ കഴിയും. ഇല്ലേ, കൊയ്യേണ്ട സമയമാകുമ്പോൾ ATM മെഷീനിൽ പോയിട്ട് ചുമ്മാ ഞെക്കിയിട്ട് നോക്കി നിൽക്കാന്നേ ഉള്ളൂ. ഒന്നും ഇങ്ങോട്ട് ഇറങ്ങൂല, പുറത്തേക്കൊന്നും വരൂല. വല്ലതും വരണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നേരെ ഇട്ട് വയ്ക്കണം. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും. നിങ്ങളുടെ കുടുംബങ്ങളിലെ കസിൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ കല്യാണം, ബർത്ത്ഡേ, പല ചടങ്ങുകളും ഉണ്ടാവും. ഈ ചടങ്ങുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 20-25 വയസ്സ് കഴിഞ്ഞ പല ചെറുപ്പക്കാരും ഈ പരിപാടിക്ക് പോകില്ല. ഈ ചെറുപ്പക്കാരുടെ ഒരു സംഘത്തെ, ഈ 20-25 വയസ്സുള്ള ചെറുപ്പക്കാരുടെ സംഘത്തെ പലപ്പോഴും ഇത്തരം ചടങ്ങുകളിൽ നമ്മൾ കാണില്ല. എന്താ അതിന് കാരണം എന്നറിയാമോ? ചോദ്യം കുട്ടികളോടാണ്. എന്താ അതിൻ്റെ കാരണം? അവർക്ക് ഈ കല്യാണവും അല്ലെ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. അതിനൊരു കാരണമുണ്ട്. ഈ നമ്മളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല മനുഷ്യരാണ്. അവർക്ക് മറ്റുള്ളവരുടെ ഈ ഉയർച്ച കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അപ്പം അതുകൊണ്ട് ഈ നമ്മളെ കാണുമ്പോൾ ആദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു 10-25 വയസ്സായ ഒരുത്തരെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചോദിക്കും. എന്താ ചോദ്യം? എന്താടോ പണി? എന്താടോ പണി എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആൾക്കാരെ സ്നേഹം കൊണ്ട് ചോദിക്കുന്ന കേട്ടോ, എന്താടോ പണി? ഈ ചോദ്യത്തിനെ ഫേസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പരിപാടിക്ക് ഈ കൂട്ടർ പോവാത്തത്. കാരണം പഠിക്കേണ്ട സമയത്ത് നല്ലതുപോലെ പഠിച്ചാലല്ലേ ഈ 10-25 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് കൊള്ളാവുന്നൊരു ജോലിയിലെത്താൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ ഏണിംഗ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. നിങ്ങൾക്ക് എവിടെ ചെന്നാലും അഡ്രസ്സ് ഉണ്ട്. ഇന്ന ആളുടെ മോനാണ്, ഇന്ന ആളുടെ മോളാണ്. ഒരു 20-25 വയസ്സാകുമ്പോഴേക്കും അതങ്ങ് നഷ്ടപ്പെടും. അച്ഛനും അമ്മേനെ ചുന്നിട്ട് പറയും, ഇന്ന ചെക്കൻ്റെ അച്ഛനും അമ്മയാണ് നിൽക്കുന്നത് എന്ന് പറയും. അഡ്രസ്സ് മാറി. അപ്പോൾ ചെക്കൻ എന്താ പണി, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് എന്താ പണി? ഈ ഒരു ചോദ്യം വരും. ഈ ഒരു ചോദ്യത്തെ ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് വളരെ കഠിനമായി അധ്വാനിച്ചേ പറ്റും. അപ്പം ഇത്തരം ഈ ഹോർമോണുകളുടെ തള്ളിച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അധ്വാനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ കഠിനമായ ശിക്ഷണം തലച്ചോറിന് നൽകുന്നത്. അപ്പോൾ തലച്ചോറിൽ വരുന്ന മറ്റ് ഹോർമോൺസിനെ ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അഡ്വഞ്ചറസ് നേച്ചർ, പിടിച്ചു നടണം, ആ ഒരു ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ഹോർമോണുകൾ മറ്റെല്ലാ ഹോർമോണുകളെയും കീഴ്പ്പെടുത്തിക്കളയും. വിജയിക്കണമെന്നൊരു ചിന്തയുണ്ടല്ലോ, വിജയിക്കണമെന്നൊരു ചിന്ത, അതിനനുസരിച്ച് ഹോർമോണുകൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഹോർമോൺസ് റിലീസ് ചെയ്യും. ബ്രെയിനിലെ ഹോർമോൺസിനെ കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ വളരെ ചൈൽഡ്ഹുഡ് സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് ഈ പ്രാന്തന്മാരെ ചികിത്സിക്കാൻ പറ്റാത്തത്. ഈ പ്രാന്തം എന്ന് പറയുന്ന സാധനം ദാറ്റ് ഇസ് ഡ്യൂ ടു ഹോർമോൺ വേരിയേഷൻ. പക്ഷേ ഏത് ഹോർമോണാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഡോക്ടർമാരെടുത്ത് ചെല്ലുമ്പോൾ അവരൊരു കൈ നിറച്ച് ഗുളികമായി കൊടുത്തിട്ട് തിന്നോളം പറയും. അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോർമോണും വരില്ല, ചത്ത പോലെ കിടക്കും. അപ്പോൾ അത് ചികിത്സിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അത് അവരുടെ കുറ്റമല്ല, ആ സയൻസ് അതിലേക്ക് ഡെവലപ്പ് ചെയ്തെത്തുന്നതേ ഉള്ളൂ. ഒരുപാട് കെമിക്കൽസ് നമ്മളുടെ തലച്ചോറിൽ റിലീസ് ചെയ്ത് വരും. അപ്പോൾ ഇത്തരം പ്രണയത്തെയൊക്കെ ഉദ്ദീപിപ്പിക്കുന്ന വലിയ ഹോർമോണുകളെ, അല്ലെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന ഇത്തരം ഹോർമോണുകളെ നമ്മൾ ഓവർകം ചെയ്യുന്നത് കഠിനാധ്വാനത്തിലൂടെയാണ്. അധ്വാനം വരുന്ന സമയത്ത് ഇതെല്ലാം ഡിസിപ്പേറ്റ് ചെയ്ത് പോയിക്കോളും. കഠിനാധ്വാനം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാഠപുസ്തകങ്ങളുടെ മുൻപിലും പുതിയ പുതിയ സ്റ്റഡി മെറ്റീരിയൽസ് കണ്ടെത്തുന്നതിലുമാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഒരുപാട് പ്രയാസങ്ങൾ കൂടി വരും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാൻ BSc പഠിച്ചിരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ളൊരു കോളേജിലാണ്. ഈ കോളേജിലെത്താൻ വേണ്ടി എനിക്ക് വീട്ടിൽ നിന്ന് രാവിലെ 5:45 ഇറങ്ങേണ്ടിയിരുന്നു. എൻ്റെ വീട് നാട്ടിൻപുറത്തല്ല, കാട്ടിൻപുറത്തായിരുന്നു. വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ കാട്ടുവഴിയിലൂടെ നടന്നാലേ ബസ് പോകുന്ന വഴിയിൽ എത്തുമായിരുന്നു. കാട്ടുവഴി എന്ന് പറഞ്ഞാൽ വഴിയിൽ ഇങ്ങനെ പുല്ല് വളർന്നു നിൽക്കും. അപ്പോൾ ഈ തെരുവുപുല്ല് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, ഈ പുൽത്തൈലം മാറ്റുന്ന പുല്ല്. അത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് വളരും, ഒരു 1.5 പൊക്കത്തിൽ അങ്ങോട്ട് വളരും. വളർന്നു കഴിഞ്ഞിട്ട് അത് വഴിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കും. രാവിലെ മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞു തുള്ളികളായിരിക്കും, നനഞ്ഞ് കുതിർന്നിരിക്കും. അപ്പോൾ നമ്മൾ നടക്കുന്നത് മുൻപിലൊരു കുട നിവർത്തി ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ കുടയുടെ പുറകെയാണ് നമ്മൾ പോവുക. ഇല്ലെങ്കിൽ നമ്മൾ ഇത് കഴിയുമ്പോഴേക്കും മൊത്തം നനഞ്ഞ് കുതിർന്ന് ഒലിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോയി ബസ് കയറി 8:45 പയ്യന്നൂർ കോളേജിൽ ക്ലാസ് തുടങ്ങുന്നത്. 8:45 പയ്യന്നൂർ കോളേജിലെത്തും.
തേർഡ് BSc ഒക്കെ ആവുന്ന സമയത്ത് 5 മണി വരെ ക്ലാസ് ഉണ്ട്. നല്ല കോളേജാണ്, നന്നായി പഠിപ്പിക്കും. 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത് രാത്രി 8 മണി 8:30 ആകുമ്പോഴാണ്. വീണ്ടും രാവിലെ 5:45 പോകണം. അങ്ങനെ ഒരു കാലം. അങ്ങനെ പഠിച്ചിട്ടും BScക്ക് വലിയ തലത്തിൽ ഒരു റാങ്കിൻ്റെ തലത്തിലേക്കുള്ള മാർക്ക് വാങ്ങാൻ എനിക്ക് സാധിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് അധ്വാനിച്ചില്ലേ, ബുദ്ധിമുട്ടി പഠിച്ചില്ലേ? ഇന്നത്തെ കുട്ടികൾക്ക് ഇതിനെ കഴിഞ്ഞൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട്. അവരുടെ മുൻപിലിരിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേര് ഇതാണ്. ഏത് കാടിനെ കഴിഞ്ഞും മേടിനെ കഴിഞ്ഞും ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണിത്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഒരു കത്തിയെ ഉപമിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ വീട്ടിൽ കറിക്ക് മുറിക്കുന്ന കത്തി ഉണ്ടല്ലോ, അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ടോ? അടുക്കളയിൽ കയറണം കേട്ടോ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അടുക്കളയിൽ കയറണം. ഇവിടെ ഇരിക്കുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസം വളർത്തുന്നതിൽ നിങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് കുടുംബം ഉണ്ടാവില്ല കേട്ടോ. ആ കാലം പോയി. എനിക്ക് പ്ലേറ്റ് കഴുകാൻ പറ്റൂല എന്ന് പറയുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ ഇന്ന് പെണ്ണുങ്ങളില്ല. എനിക്ക് കുക്കിംഗ് അറിയൂല, ഞാൻ കൊച്ചിനെ നോക്കൂല എന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് ഇന്ന് പെണ്ണുങ്ങളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ കാലം പോയി. അതുകൊണ്ട് വീട് മാനേജ് ചെയ്യാൻ ആണിനും പെണ്ണിനും ഒരുപോലെ അറിയണം. പെൺകുട്ടികൾ പ്ലേറ്റ് കഴുകുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളും പ്ലേറ്റ് കഴുകണം. പെൺകുട്ടികൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളും ഡ്രസ്സ് വാഷ് ചെയ്യണം. ഓരോരുത്തരും അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അത് പുതിയ കാലഘട്ടത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. നമ്മളുടെ സമൂഹം ചേഞ്ചസിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. വലിയ വർത്തമാനമൊക്കെ പറയും, പക്ഷെ ഒരു ചേഞ്ചും ആരും ആക്സെപ്റ്റ് ചെയ്യുകയില്ല. ആൺകുട്ടികളെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ജോലിയും ചെയ്യിക്കാതെ യു ആർ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിങ്ങനെ വളർത്തി പെൺകുട്ടിയോട് നീ വേസ്റ്റാണെന്ന് പറഞ്ഞൊരു മൂലക്കിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജത്തിൽ നിന്ന് പെൺകുട്ടികൾ അതിശക്തരായി വളർന്ന് അവരൊരുപാട് മേലെ എത്തി താഴോട്ട് നോക്കുമ്പോൾ ആൺകുട്ടി അങ്ങ് താഴെ കിടക്കണ്ടാവും. കല്യാണം കഴിക്കാൻ നോക്കുമ്പോൾ അവനവൻ്റെ തോളപ്പം പോലും എത്തുന്ന സ്റ്റാറ്റസിൽ തോളപ്പം പോലും എത്തുന്ന ഒരു ആൺകുട്ടിയെ കണ്ടെത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളുടെ ലോകമാണിന്ന്. കാരണം എന്താ? നിങ്ങൾ പാമ്പർ ചെയ്ത് ഈ ആൺകുട്ടിയെ നശിപ്പിച്ച് കളഞ്ഞു. അവൻ്റെ ഉള്ളിലുള്ള ടാലൻറ്റുകളൊന്നും വളരാൻ വിടാതെ, ജീവിതത്തോട് മത്സരിക്കാൻ പഠിപ്പിക്കാതെ അവനെ സുഖിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവനാക്കി കളഞ്ഞു. നേരെ മറിച്ച് നിങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് തള്ളിക്കളഞ്ഞ പെൺകുട്ടി, അവളുടെ ഉള്ളിൽ വന്ന ഒരു മത്സരബോധമുണ്ട്. ആ മത്സരബോധം കൊണ്ട് അവൾ പിടിച്ചു കയറി അവൾ വളരെ ഉയരത്തിലെത്തി. ഇതൊന്നും എല്ലായിടത്തും കാണുന്ന സംഗതിയാണ്. ഇന്ന് ഡൈവോഴ്സിന് വരുന്ന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവുന്ന കുടുംബങ്ങളിൽ പ്രധാനമായിട്ടും ഷെയറിംഗ് ഇല്ല എന്നുള്ളതാണ് കംപ്ലൈൻ്റ് ആയി വരുന്നത്. ഞാനൊരു കസേരയിലിരിക്കും, എനിക്കെല്ലാം ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ, ആ കാലമൊക്കെ പോയി. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ വളർത്തിയെടുക്കാൻ പാരൻസിന് പ്രത്യേകം സാധിക്കണം. കേട്ട കുട്ടികളത് മനസ്സിലാക്കണം. അവനവൻ ആവശ്യമുള്ള എന്ത് കാര്യവും ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിത്തം മാത്രമല്ല, ആ കൂട്ടത്തിൽ വീട്ടിലെ കാര്യങ്ങളിൽ സഹകരിക്കാൻ അറിയണം, കടയിൽ പോകാൻ അറിയണം, ഗവൺമെൻറ് ഓഫീസുകളിൽ പോകാൻ അറിയണം, ഓരോരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ അറിയണം. ഒരു മനുഷ്യനായി വളരണം. ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയണം. അപ്പം അവൻ്റെ സ്വഭാവത്തെ കൂടി ഒരു മനുഷ്യൻ എന്ന നിലയിൽ വളർന്നു വരും. ഇത് +2 കാലഘട്ടമൊക്കെയാണ്, ചെറിയ സ്കൂളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ലോകത്തിൻ്റെ മത്സരവേദിയിലേക്ക് ആഞ്ഞിറങ്ങാൻ പോവുകയാണ്. അപ്പം ആഞ്ഞിറങ്ങാൻ പോകുമ്പോൾ നല്ല മസിൽ വേണം. നമ്മളൊരു ഒരു 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 എന്താ പറയുക, ബോക്സിംഗ് റിങ്ങിലേക്ക് കയറുമ്പം ചുമ്മാതെ ബോക്സിംഗ് റിംഗ് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റൊരു ഇടിച്ച് താഴെയിട്ട് കളയും. ലോകം പണ്ടൊക്കെ ഞങ്ങൾ മത്സരിച്ചിരുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലിരുന്ന കുട്ടികളോടാണ്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുണ്ടായിരുന്ന കുട്ടികളോടാണ്. നിങ്ങൾ ആരോടെ മത്സരിക്കുന്നത്? നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഈ ലോകത്തിലെ മുഴുവൻ കുട്ടികളോടുമാണ്. ഇത് ഗ്ലോബൽ വില്ലേജാണ്. നമ്മുടെ ചുറ്റുവട്ടം നിൽക്കുന്ന 2 പേരോടല്ല. തൊഴിൽ മാർക്കറ്റിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അവരോട് മത്സരിച്ച് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് കരുതി മൊബൈൽ ഒഴിവാക്കാൻ പറ്റുമോ? മൊബൈൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ എല്ലാ ഇൻഫർമേഷനും ഇന്ന് വരുന്നത് മൊബൈലിലാണ്. യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ വരുന്നത് മൊബൈലിലാണ്. മൊബൈൽ നോക്കാതെ പറ്റുകയില്ല. സോ മൊബൈൽ ഈസ് എ ടൂൾ. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ആ ഒരു കഥയുണ്ടല്ലോ, കത്തിയുടെ കഥ, അടുക്കളയിലെ കത്തിയുടെ കഥ. ഇത് ഞാൻ ഒരിക്കലും ദേവരിക്കുളയിൽ ഈ കഥ ആദ്യം ഇത് പേപ്പറിലൊരു ന്യൂസായി വന്ന സമയത്ത് ഞാനത് പറഞ്ഞപ്പോൾ എന്നോടൊരു സഹ അധ്യാപകൻ പറഞ്ഞു, സാറ് പിള്ളേരോട് ഇങ്ങനത്തെ കഥയൊന്നും പറയരുത്, പിള്ളേർ പേടിച്ചു. അപ്പം ഞാനീ പറയുന്ന കഥ പേടിപ്പിക്കാനുള്ള കഥയൊന്നുമല്ല, പത്രത്തിൽ വന്ന കഥയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു തൊടുപുഴയിലാണ് ഈ സംഭവം. ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കഥയാണ് വന്നിട്ടുള്ളത്. എന്താ കേസ് എന്നറിയാമോ?
അവൾ പ്രസവിച്ച ഇരട്ട കുട്ടികളെ കക്കൂസിൽ വെച്ച് കറിക്ക് മുറിക്കുന്ന കത്തി കൊണ്ട് കഴുത്തറുത്ത് കൊന്നു. ഇതാണ് കേസ്. പ്രസവിച്ച ഉടനെ ഇരട്ട കുട്ടികളായിരുന്നു, 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ കക്കൂസിൽ വെച്ച് കഴുത്തറുത്ത് കൊന്നു. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട്. ഇവള് ഒരു 3-4 ആഴ്ച മുൻപ് ആ പ്രദേശത്ത് നടന്ന ഒരു സമൂഹ വിവാഹത്തിൽ വെച്ച് വിവാഹിത ആയ ആളാണ്. ഒരു ജുവലറിക്കാരനാണ് ഈ സമൂഹ വിവാഹം നടത്തിയത്. 5 കപ്പിളുണ്ടായിരുന്നു. ഈ 5 കപ്പിളിനും 5 ലക്ഷം രൂപ വീതം അവർ സംഭാവന കൊടുത്തിരുന്നു. അങ്ങനെ 5 ലക്ഷം രൂപ വീതം സംഭാവന കൊടുത്ത് കല്യാണം കഴിച്ച ഈ പെൺകുട്ടി അന്ന് ഈ പ്രസവിക്കാൻ 3 ആഴ്ച മാത്രം ഗ്യാപ്പുള്ള ആ നിലയിൽ ഗർഭിണിയായിരുന്നു. പക്ഷെ ഒരാൾക്കും മനസ്സിലായില്ല അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം. അവളുടെ വീട്ടുകാർക്കോ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്ടുകാർക്കോ മനസ്സിലായില്ല. അങ്ങനെ ഇവള് 3 ആഴ്ച കഴിഞ്ഞു, പ്രസവിക്കുന്നു. പ്രസവിക്കുമ്പോഴും പ്രസവിക്കുന്ന ദിവസം പോലും അവളുടെ അമ്മയ്ക്ക് തിരിച്ചറിയാനായില്ല. അവൾ കക്കൂസിൽ പോയിട്ട് പ്രസവിക്കുന്നു. പ്രസവിച്ച വഴിക്ക് ഈ കുഞ്ഞുങ്ങളെ കഴുത്ത് മുറിച്ച് കൊന്ന് പീസാക്കി കക്കൂസുകൾ ഫ്ലഷ് ചെയ്ത് കളയുന്നു. ക്ഷീണിതയായി വീട്ടിൽ വന്ന് കിടക്കുന്നു. അമ്മയൊന്നും അറിയുന്നില്ല, ഇത് പുറത്തെ കക്കൂസാണ്. എന്തോ കാരണത്താൽ ഈ സ്ത്രീ ആ കക്കൂസ് പോകുന്നു. ചോര കണ്ടി അവരവിടെ കിടന്ന് കാറി വിളിക്കുന്നു. ഒച്ചയുണ്ടാക്കി നാട്ടുകാരെല്ലാം ഓടി വരുന്നു. ചോര 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 ചോര. കാര്യമറിയാതെ അന്വേഷിക്കുമ്പോൾ ഈ പെൺകുട്ടി വീട്ടിൽ തളർന്നു കിടക്കുന്നു. പോലീസ് അറിയുന്നു, പോലീസ് വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. എന്താ സംഭവിച്ചത്? അവൾ പറയുന്നു, ഞാൻ ഗർഭിണിയായിരുന്നു, പ്രസവിച്ചു, കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നു. എന്തിനു കൊന്നു? ഇവൾ കല്യാണം കഴിച്ച ഈ ചെറുക്കൻ്റെ കൊച്ചു തന്നെയാണിത്. ഇവർ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അവൻ്റെ കുട്ടി തന്നെയാണ്. അവനറിയാമായിരുന്നു ഇവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം. പക്ഷേ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ വാങ്ങിയത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയന്നിട്ട് ഇവർ ആ 5 ലക്ഷം രൂപ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നത്. ഇപ്പം ഞാൻ പറയുന്ന ഈ സ്തോഭജനകമായ കഥയിലെ ഈ കഥയ്ക്ക് ഒരു പ്രാധാന്യവുമില്ല. ഇതിനകത്ത് എൻ്റെ നായകൻ കത്തിയാണ്. എൻ്റെ നായകൻ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയാണ്. അടുക്കളയിൽ കറിക്കരിയുന്ന കത്തിയാണ്. ആ കത്തിയില്ലാതെ നിങ്ങൾക്ക് അടുക്കളയിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് വളരെ എസെൻഷ്യലാണ്. മുളക് മുറിക്കാനും ഇഞ്ചി മുറിക്കാനും ഉള്ളി മുറിക്കാനും ഒക്കെ കത്തി വേണം. അതില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേ കത്തി കൊണ്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കഴുത്തും മുറിക്കാം. അതേ കത്തി ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കഴുത്തും മുറിക്കാം. കത്തി ഉപയോഗിക്കുന്നവനാണ് അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവനാണ് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളിത് പോൺ പിക്ചേഴ്സ് കാണാൻ വേണ്ടി ഉപയോഗിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആണോ ഇത് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയെന്ന് അറിയാത്ത ഏതോ ഒരുത്തനുമായി അല്ലെങ്കിൽ ഒരുത്തിയുമായി ചാറ്റ് ചെയ്യാനാണോ നിങ്ങളിത് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ സമയത്തെ കൊല്ലാൻ വേണ്ടി തോണ്ടി ഇരുന്ന് ഷോർട്സ് കാണാൻ വേണ്ടിയാണോ നിങ്ങളിത് ഉപയോഗിക്കുന്നത്? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കഴുത്തറുത്ത് കൊല്ലുന്ന ആളാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അല്ല, ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളിത് കറിക്ക് മുറിക്കാൻ കത്തി ഉപയോഗിക്കുന്ന ആളെ പോലെ വയസ്സായിട്ടുള്ള ആളാണ് എന്ന് പറയേണ്ടി വരും. ഇതില്ലാതെ ഇന്ന് മുന്നോട്ട് പോകാനാവില്ല. ഞാനിപ്പോൾ ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കാൻ വന്നപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ, ഇപ്പോൾ ഏതെങ്കിലും പ്രസംഗം പറഞ്ഞതിനിടെ കൂടെ ഒരു എക്സാമ്പിൾ പറയുമ്പം മോഹൻലാലിൻ്റെ ഒരു സിനിമ, അതിനകത്ത് സിദ്ദിഖും മോഹൻലാലും കൂടി ഇടി കൂടുന്നൊരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയുടെ പേര് എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ മോഹൻലാൽ കാർത്തികേയൻ എന്നടിച്ചു കൊടുത്തപ്പം രാവണപ്രഭു എന്നുള്ള പേര് വന്നു. അപ്പോൾ രാവണപ്രഭു എന്നുള്ള പേര് പെട്ടെന്ന് ഓർത്തെടുക്കണമെങ്കിൽ എനിക്ക് സാധനം വേണം. അപ്പോൾ അത്രയും ഉപകാരമുള്ളൊരു ടൂളാണിത്. അപ്പോൾ ഞാനത് നോക്കാനുണ്ടായ കാരണം ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചയാണല്ലോ. മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് വിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊരു വലിയ ചിന്തയാണ്. അപ്പോൾ വലിയ ഡിസ്കഷനാണ് ഇതൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഈ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗാണ് അതിനകത്ത്. ഈ സിദ്ദിഖ് മോഹൻലാലും തമ്മിലുള്ളൊരു ഇടി സീൻ ഉണ്ട് അതിനകത്ത്. ആ റോഡിൽ നിന്നൊരു ഇടി കൂടുന്നൊരു സീൻ. നിങ്ങൾ ഒത്തിരി പേര് ആ സിനിമ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ സീനിൽ സിദ്ദിഖ് പോലീസുകാരൻ മോഹൻലാലിനോട് പോയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇടി കൊണ്ടിട്ടുണ്ടോ? അപ്പോൾ മോഹൻലാൽ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇടി എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, അതാണ് ഇടി അല്ലേ? അതാണ് ആ ഡയലോഗ്. സിദ്ദിഖ് ചോദിക്കുന്നത് ഇടി കൊണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പോലീസ് വേഷത്തിലാണ്, ഇടിക്കാൻ പോവാണ്. അപ്പോൾ മോഹൻലാൽ പറയുന്നു, ഇടി എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, അങ്ങനെയാണ് ഇടി. വിമാനം നഷ്ടപ്പെടാത്തൊരു യുദ്ധമുണ്ട്. ഒരു യുദ്ധം ചെയ്താൽ വിമാനം നഷ്ടപ്പെടും. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അത്തരം
ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വിമാനങ്ങളെ മുഴുവൻ പെട്ടിക്കാതെ വെച്ചിട്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ അന്ന് പട്ടാള മേധാവി പറഞ്ഞത് നമ്മളുടെ പൈലറ്റുമാരൊക്കെ വീട്ടിൽ സുഖമായി ഇറങ്ങുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലായില്ലേ വിമാനം പോയി എന്നുള്ളത്. പൈലറ്റുമാർക്കൊന്നും പറ്റിയില്ല, വിമാനം ഒന്നോ രണ്ടോ പോയിട്ടുണ്ടാവും. ദാറ്റ് ഇസ് എ ടൂൾ. അതൊരു ടൂളാണ്, അത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ടൂളാണ്. അതിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണം പോയിട്ടുണ്ടാവും. ഒരു വിമാനവും നഷ്ടപ്പെടാതെ ഒരു യുദ്ധം ചെയ്യാനാവില്ല. യുദ്ധം ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവും. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. ചോദിക്കുന്നവരാണ് വീട്ടിൽ. ഇപ്പം ഞാനിത് പറഞ്ഞത് വാസ്തവത്തിൽ ഞാൻ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ആ ഒരു എക്സാമ്പിളിനെ കുറിച്ച് ആലോചിച്ചത്. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ ടെക്നോളജിയെ കുറിച്ച് അറിയണം. ടെക്നോളജിയിലേക്ക് വളരാൻ വേണ്ടിയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നിരന്തരമായി യുദ്ധത്തിലുള്ള രാജ്യമാണ്. ലോകത്തിൽ വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്ന, ഞാൻ ഇൻ്റർനാഷണൽ ന്യൂസ് ശ്രദ്ധിക്കുന്ന ആളും ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഇൻ്റർനാഷണൽ ന്യൂസ് അനാലിസിസ് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ വാറുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഉക്രൈൻ റഷ്യ വാറ്, ഇസ്രയേൽ ആ പ്രദേശത്തുള്ള മൊത്തം രാജ്യങ്ങളുമായിട്ട് വാറ്, ഇതൊക്കെയാണ് സാറ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേൽ ഏറ്റവും അടുത്ത് ഉപയോഗിച്ചത്, ലോകത്തിൽ ആദ്യമായിട്ട് ലേസർ ആയുധങ്ങൾ ഇസ്രായേൽ പ്രയോഗിച്ചു. മിനിഞ്ഞാന്നാണ് ന്യൂസ് വന്നത്. ഇന്ന് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലേസർ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളരുന്ന ഒരു രീതി ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് അപ്ഡേറ്റഡ് ആവണമെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോകാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ശാസ്ത്രം എന്നുള്ളത് നിരന്തരമായി വളർന്നു വരുന്ന ഒരു സംഗതിയാണ്. അച്ഛനോട് പറഞ്ഞു ഇവിടെയുള്ള കുട്ടികളൊക്കെ സയൻസ് പഠിക്കുന്നവരാണ്, ആർട്സുകാരില്ല. ഇപ്പോൾ സയൻസിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയാം. ഐസക് ന്യൂട്ടനാണ് മോഡേൺ സയൻസിൻ്റെ ബേസ് ഉണ്ടാക്കിയ ആൾ. കാരണം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇന്നും സാറ്റലൈറ്റ്സ് അയക്കുന്നത്. ഇന്നും നമ്മളുടെ മിസൈലുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഐൻസ്റ്റീൻ്റെ ലോസ് വെച്ചുകൊണ്ടാണ്. ഈ ഐസക് ന്യൂട്ടൺ, ഐൻസ്റ്റീൻ്റെ അല്ല, ന്യൂട്ടൻ്റെ ലോസ് വെച്ചുകൊണ്ടാണ്. ഐൻസ്റ്റീൻ മോഡേൺ സയൻറ്റിസ്റ്റാണ്. ന്യൂട്ടൺ ജനിച്ചത് 1700-കളിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ. അന്ന് സയൻസ് പറയുന്ന സാധനമൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ പോലെ സ്കൂളിൽ പോയിരുന്നിട്ട് സയൻസ് പഠിക്കുക, പിന്നെ കെമിസ്ട്രി പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുക, അങ്ങനത്തെ രീതിയൊന്നുമില്ല. ക്രൂഡ് എഡ്യൂക്കേഷനാണ്. എഴുതാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക, ഇതാണ് സാധാരണ എഡ്യൂക്കേഷൻ. പക്ഷേ അന്ന് ഗലീലിയോയുടെയൊക്കെ കാലഘട്ടമാണ്. ആളുകളെ എന്നും ഭ്രമിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ആകാശം. ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങൾ, അത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, സീസൺ അനുസരിച്ച് ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സയൻസിന് ഒരു ഡെഫിനിഷൻ പറയുന്നത്, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് അസ്. നമ്മളുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ പേരാണ് സയൻസ്. എന്തുകൊണ്ട് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, എന്തുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, പിന്നെ എങ്ങനെയാണ് അത് വീണ്ടും കിഴക്ക് വരുന്നത്, ഇത് വിശദീകരിക്കാനുള്ള ശ്രമം, അതിൻ്റെ പേരാണ് സയൻസ്. അപ്പം അങ്ങനെ നിങ്ങൾ വിശദീകരിച്ച് ഉള്ളിലേക്ക് കയറും. അങ്ങനെയാണ് നിങ്ങൾ ഇലക്ട്രോണിലും പ്രോട്ടോണിലും ന്യൂക്ലിയസിനകത്തുള്ള മെറ്റ് ഗ്ലൂട്ടോൺ എന്നൊക്കെ പറയുന്ന സാധനങ്ങളിലൊക്കെ എത്തുന്നത്. അപ്പോൾ ഐസക് ന്യൂട്ടൻ ഇങ്ങനെ ഗലീലിയോയുടെ ഒക്കെ കാലം കഴിഞ്ഞ് ആ ഗ്രാമത്തിൽ കുറേ ചെറുപ്പക്കാർ നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കുന്നവരായിരുന്നു. ഈ നക്ഷത്രങ്ങളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിലെ ഒരു പ്രമുഖനായ ആളായിരുന്നു ഈ ഐസക് ന്യൂട്ടൻ. ഇദ്ദേഹത്തിന് കണക്ക് നല്ല വശമായിരുന്നു, മാത്തമാറ്റിക്സിൽ മിടുക്കനായിരുന്നു. അങ്ങനെ ഒരു 10-17 വയസ്സായപ്പോൾ ഇദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടി. ഇദ്ദേഹത്തിന് ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 150 മൈൽ അകലെയാണ് ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന പട്ടണം. ഇദ്ദേഹത്തിന് ജോലി കിട്ടിയത് ഒരു ഷോപ്പിൽ കണക്കെഴുതാനാണ്. അങ്ങനെ ഇദ്ദേഹം ഈ കൂട്ടുകാരെ വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി ഈ നക്ഷത്രത്തെ നോക്കുന്ന പരിപാടി തുടർന്നു. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരു വാൽനക്ഷത്രം കണ്ടു. അപ്പോൾ ഈ വാൽനക്ഷത്രത്തിൻ്റെ പൊസിഷനും അത് ചേഞ്ച് ചെയ്യുന്നതുമൊക്കെ കണ്ട് അവർ ചില കാൽക്കുലേഷൻസ് നടത്തി. ഇനി ഇത്ര വർഷം കഴിഞ്ഞാൽ ഈ വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടും എന്ന് ഒരു കണക്ക് കൂട്ടലിലെത്തി. അപ്പോൾ ഈ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമായി. ചിലർ പറഞ്ഞു അങ്ങനെയല്ല, ഇത് 25 വർഷം കഴിഞ്ഞാലേ വരിക. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു 40 വർഷം കഴിഞ്ഞാലേ വരിക. അപ്പോൾ ഈ കണക്കുകൂട്ടലിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. സാധാരണഗതിയിൽ ഇത്തരം തർക്കങ്ങൾക്ക് തീരുമാനം പറയുന്നയാൾ നമ്മളുടെ ന്യൂട്ടനാണ്. അയാൾ കൂട്ടത്തിലില്ല. ഇന്നത്തെ പോലെ ഫോണോ കത്തെഴുതാനുള്ള സൗകര്യമോ ഒന്നും ഉള്ള കാലഘട്ടമല്ല. 1740, 50, 60, 70 ആ കാലഘട്ടമാണ്. 1700. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലെ ഒരു കൂട്ടുകാരൻ ഈ ഐസക് ന്യൂട്ടനെ അന്വേഷിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ആ കൂട്ടുകാരൻ്റെ പേര് ഹാലി എന്നാണ്. ഹാലി. അപ്പോൾ ഹാലി പറഞ്ഞു, ഞാനിത് ന്യൂട്ടനോട് പോയി ചോദിച്ചിട്ട് വരാം. 150 കിലോമീറ്റർ യാത്ര ചെയ്യണം, എത്ര ദിവസം വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം തൃശ്ശൂർ പോകുന്ന ദൂരം എത്ര ദിവസം വേണ്ടി വരും?
അന്ന് യാത്ര നടന്നിട്ടാണ്, ബസ്സും കാറൊന്നുമില്ല. എത്ര ദിവസം വേണ്ടി വരും? ഒരു ദിവസം ഒരാൾക്ക് എത്ര കിലോമീറ്റർ നടക്കാൻ പറ്റും? നിങ്ങളെ കൊണ്ട് നടത്തിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 10 കിലോമീറ്റർ നടക്കുക, എന്നിട്ട് അവിടെ ഇരിക്കും, അതിനപ്പുറത്തേക്ക് പോവില്ല. അന്ന് പിന്നെ നടപ്പിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഒരു 40 കിലോമീറ്റർ വരെയൊക്കെ നടക്കും. എന്ന് പറഞ്ഞാൽ ഒരു 4-5 ദിവസം യാത്ര ചെയ്താലാണ് നമ്മൾ ഈ പറഞ്ഞ ദൂരം എത്തുക. അങ്ങനെ 4-5 ദിവസം കൊണ്ട് ഇദ്ദേഹം ഐസക് ന്യൂട്ടൻ്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ ന്യൂട്ടനോട് ഇവർ ചോദിച്ചു, എന്താണ് ഈ ഹാലി ഇനി എത്ര വർഷം കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ ഈ കോമറ്റ് ഇനി എത്ര വർഷം കഴിഞ്ഞ് വരും? അപ്പോൾ ഐസക് ന്യൂട്ടനെ ഇവരുടെ കണക്കുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഹാലി നീ പറഞ്ഞ കണക്കാ ശരി, ഇത് നീ പറഞ്ഞ അത്രയും വർഷം കഴിയുമ്പോഴാണ് ഈ കോമറ്റ് ഇനിയും വരിക. ആ കോമറ്റ് ഇപ്പോഴും ആകാശത്ത് വരുന്നുണ്ട്, എല്ലാ ദിവസവും ഇല്ല കേട്ടോ. 10-75 വർഷം കൂടുമ്പോഴാണ് അത് ആകാശത്ത് വിസിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിൽ, എൻ്റെ ചെറുപ്പത്തിൽ ഒരിക്കലും ഒരു ക്രിസ്മസ് ദിവസം ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിൽ വന്നിരുന്നു. കാണാൻ ഭയങ്കര രസമാണ്. ഒരു വാണം കത്തിച്ച് വിടുന്നത് പോലെ അറ്റത്തേക്ക് ഒരു വാലൊക്കെയുള്ള സാധനമാണ്. പക്ഷെ ഇപ്പോഴും ഇതിനെ കാണാൻ കഴിയില്ല. അത് വരുന്ന ഓർബിറ്റ് അനുസരിച്ചിരിക്കും. 10-75 വർഷം കൂടുമ്പോഴാണ് അത് വരിക. ആ കോമറ്റിന് ഇന്നൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ പേര്? ഹാലിസ് കോമറ്റ്. ആ കോമറ്റിൻ്റെ പേര് ഹാലിസ് കോമറ്റ് എന്നാണ്. അന്ന് ഈ ന്യൂട്ടൻ്റെ അടുത്ത് ഇത് ചോദിക്കാൻ പോയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹാലി. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് ഈ കോമറ്റ് അറിയുന്നത്. അപ്പം ന്യൂട്ടൻ പറഞ്ഞു, നീ ഏതൊക്കെയാലും വന്നതല്ലേ, ഇനി ഉടനെ അങ്ങ് തിരിച്ചു പോകണം, 4-5 ദിവസം നടന്നിട്ടാണല്ലോ എത്തിയത്, നീ എൻ്റെ കൂടെ ഒരു 10 ദിവസം താമസിക്കുക, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ അവിടെ നിർത്തി. ന്യൂട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, നിങ്ങൾ അറിയണം. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഉറക്കമില്ലാത്ത ആളാണ്, ഇൻട്രോവേർട്ടാണ്, വഴക്കാളിയാണ്, അങ്ങനെ പല പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഹാലി ഇദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നു. ഇയാൾ ദിവസവും രാവിലെ കണക്കെഴുതാൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ ഇയാൾ നോക്കുമ്പോൾ ഈ തറയിൽ മുഴുവൻ കുറേ കടലാസുകൾ ഇങ്ങനെ ചുരുട്ടിയിട്ടിരിക്കുകയാണ്. മുറി മുഴുവൻ വൃത്തികേടാണ്. ഒരു ബാച്ചലർ ജീവിക്കുന്ന ഒരു മുറിയുടെ സർവ്വ വൃത്തികേടും അതിനകത്തുണ്ട്. അതിൽ പ്രധാനമായിട്ടും കടലാസുകൾ ഇങ്ങനെ എറിഞ്ഞിരിക്കുകയാണ്. ഇയാൾ കടലാസുകൾ മുഴുവൻ ഈ ഹാലി ഇങ്ങനെ പെറുക്കിയെടുത്ത് പരിശോധിച്ചു. അതിൽ മുഴുവൻ ഇക്വേഷൻസാണ്, മുഴുവൻ മാത്തമാറ്റിക്സ് ആണ്. ഇദ്ദേഹം ആ കടലാസുകളെല്ലാം കൂടെ പെറുക്കി നിവർത്തി 3-4 ദിവസം കൊണ്ട് അടുക്കി വെച്ചിട്ട് ഇദ്ദേഹം ന്യൂട്ടനോട് പറഞ്ഞു, എടോ നീ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇത് വലിയ കാര്യങ്ങളാണല്ലോ, നിനക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ പറ്റിയത്? അപ്പം ന്യൂട്ടൻ പറഞ്ഞു, ഇതൊരു കാര്യമുള്ളൂ, എനിക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ കളി കളിക്കുന്നതാണ്. എനിക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ ഞാൻ ഓരോ കളി കളിക്കുന്നത്, അല്ലാണ്ട് ഇത് മാത്തമാറ്റിക്സ് കോപ്പൊന്നുമല്ല. അപ്പം ഹാരി പറഞ്ഞു, അല്ല നിനക്കിത് മനസ്സിലാവാഞ്ഞിട്ടാണ്, ഇത് വലിയ മാത്തമാറ്റിക്സ് ആണ്. അങ്ങനെ അദ്ദേഹം ഈ സാധനം എല്ലാണ്ട് പെറുക്കി കെട്ടി, ഞാനിതൊരു പുസ്തകമാക്കും. ന്യൂട്ടൻ പറഞ്ഞു, നിനക്ക് വരെ പണിയൊന്നുമില്ലേ, ഇതൊന്നും ആരും പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല, അതിന് മാത്രം ഒന്നുമില്ല. ഹാരി പറഞ്ഞു, അങ്ങനെയല്ല, ഞാനിത് പുസ്തകമാക്കും. ഇദ്ദേഹം ഈ സാധനം കൊണ്ട് അന്നത്തെ കാലത്തെ പല പ്രിൻറ്റേഴ്സിൻ്റെ അടുത്ത് ചെന്നു, ഇതൊന്ന് പുസ്തകമാക്കാവോ? ചെന്നവരൊക്കെ പറഞ്ഞ് നടക്കുന്ന പരിപാടിയല്ല, ചെയ്യാൻ പറ്റില്ല. അവസാനം ഒരാളുടെ കാല് കരഞ്ഞ് വിളിച്ച് പിടിച്ച് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. കരാർ എന്താണെന്നറിയാമോ? 5 വർഷം ഹാലി അയാളുടെ പ്രസ്സിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. അങ്ങനെ 5 വർഷം ശമ്പളം ഇല്ലാതെ ജോലി ചെയ്താൽ ഈ കടലാസ് കെട്ടിനെ ഞങ്ങളൊരു പുസ്തകമാക്കി തരാം എന്ന് പറഞ്ഞു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാധനം പുസ്തകമാക്കി. ആ പുസ്തകത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഇന്ന് ലോകത്തിലെ ലൈബ്രറികൾ ഒരു സ്വർണ്ണനിധി പോലെ സൂക്ഷിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മാത്തമാറ്റിക്സിൻ്റെ പുസ്തകമാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അതിനകത്താണ് കാൽക്കുലസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് ബ്രാഞ്ച് ഉദയം ചെയ്തത്. കാൽക്കുലസ് അറിയാമോ നിങ്ങൾക്ക്? ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സാധനം ഉദയം ചെയ്തത് ഈ ന്യൂട്ടൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ രാത്രിയിലെ നഷ്ടപ്പെട്ട ഉറക്കങ്ങളിൽ നിന്നാണ് ആ ശാസ്ത്രശാഖ ഉദയം ചെയ്തത്. ഇന്ന് ലോകത്തിൽ കാണുന്ന മുഴുവൻ ഡെവലപ്മെൻറ്റുകളുടെയും അടിസ്ഥാന കാരണമാണ് കാൽക്കുലസ് എന്ന് ഓർക്കണം. കാൽക്കുലസ് അല്ലെങ്കിൽ ഇന്ന് ഈ ലോകം ഇങ്ങനെ ഇല്ല. ഈ ലോകത്തിലെ അടിസ്ഥാനപരമായ മുഴുവൻ വികസനങ്ങളും മുഴുവൻ ടെക്നോളജികളും ഉണ്ടായിട്ടുള്ളത് ഈ കാൽക്കുലസ് എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് വെച്ചുകൊണ്ടാണ്. ആ പുസ്തകം ജനിച്ചിട്ടുള്ളത് ന്യൂട്ടൻ്റെ ഉറക്കമില്ലായ്മയിൽ നിന്നാണ്. ആ പുസ്തകത്തിൻ്റെ പേര് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നാണ്. നമ്മുടെ ദേവഗിരി കോളേജ് ലൈബ്രറിയിൽ അതിൻ്റെ ഒരു കോപ്പിയുണ്ട്. ഇപ്പോൾ ഏത് ലൈബ്രറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനത്തെ അപൂർവം ചില പുസ്തകങ്ങളുടെ ഒരു കോപ്പി വാങ്ങി വലിയ വിശുദ്ധ വസ്തു പോലെ സൂക്ഷിക്കുവാൻ ലൈബ്രറിയന്മാർ അല്ലെങ്കിൽ സ്ഥാപന മേധാവികൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഐസക് ന്യൂട്ടൻ പിന്നീട് വളർന്ന് വലിയ അധ്യാപകനായി, യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ആളായി.
അപ്പം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പിന്നീട് വേറെ മാത്തമാറ്റിക്സ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, വേറെ ലെബനിറ്റ്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്സിൽ കേൾക്കുന്ന, നിങ്ങൾ മാത്സ് പഠിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും, ലെബനിറ്റ്സ് തിയറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറം ഒക്കെ ഉണ്ട്. ലെബനിറ്റ്സ് ന്യൂട്ടൻ്റെ സമകാലീനനാണ്. ന്യൂട്ടനും ലെബനിറ്റ്സും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. ആ വഴക്കാണ് മാത്തമാറ്റിക്സിലെ പല പുതിയ സിദ്ധാന്തങ്ങളും കണ്ടുപിടിക്കാൻ കാരണമായിട്ടുള്ളത്, ഇവർ തമ്മിലുള്ള വഴക്ക്. അങ്ങനെ മാത്തമാറ്റിക്സിലെ പുതിയ പുതിയ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ബൈ പാർട്സ് എന്നൊക്കെ പറയുന്നത് ഉണ്ടായിട്ടുള്ളത് ഇവർ തമ്മിലുള്ള തമ്മിത്തല്ലിലാണ്. അപ്പം അങ്ങനെ വളർന്നു വന്ന് അവസാനം റിട്ടയർ ചെയ്യുന്ന മീറ്റിങ്ങിൽ ന്യൂട്ടൻ ഒരു പ്രസംഗം പറഞ്ഞു. ആ പ്രസംഗത്തിലൊരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനെ കഥയൊക്കെ പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ വിജ്ഞാനമാകുന്ന കടലിൻ്റെ ബീച്ചിലെ മണലിൽ ചിപ്പികൾ തേടി നടക്കുന്ന കുട്ടികളെ പോലെയാണ് നമ്മൾ. ഞാനും ഈ വിജ്ഞാനത്തിൻ്റെ വലിയ ബീച്ചിൽ ചിപ്പി അന്വേഷിച്ച് നടന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ചില ചിപ്പികൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് മുൻപേ കടന്നുപോയ തലമുറകളുടെ തോളിൽ കയറി നിന്ന് നോക്കിയപ്പോൾ അതിനപ്പുറത്തേക്ക് ചിലത് കാണാൻ സാധിച്ചു എന്നേ ഉള്ളൂ. അതാണ് ശാസ്ത്രം. നിങ്ങളുടെ മുൻപിൽ കടന്നുപോയ തലമുറകൾ, ഞാൻ അടക്കമുള്ളവർ, പലതും കണ്ടുപിടിച്ച് കൂട്ടിവെച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ തോളിൽ കയറി നിന്ന് എത്തി അപ്പുറത്തേക്ക് നോക്കി പുതിയ ചില കാര്യങ്ങൾ കണ്ടെത്തുവാനാണ് നിങ്ങളുടെ ഈ കുഞ്ഞു കൈകളെ ലോകമേൽപ്പിക്കുന്നത്. ഈ ശാസ്ത്രം മുൻപോട്ട് പോവേണ്ടതുണ്ട്. ഈ തോളത്ത് കയറി നിന്ന് ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ തോളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ടാം ലോകമഹായുദ്ധം ചെയ്തപ്പം ഞാൻ യുദ്ധങ്ങളെ ന്യായീകരിക്കുകയല്ല. തോക്കുപയോഗിച്ച്, വിമാനം ഉപയോഗിച്ചൊക്കെ യുദ്ധം ചെയ്തു. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത്? മിസൈൽ കൊണ്ടും ഡ്രോൺ കൊണ്ടുമാണ് യുദ്ധം ചെയ്തത്. എന്ന് പറഞ്ഞാൽ വെടിയുണ്ടയുടെ കാലം കഴിഞ്ഞു, വിമാനങ്ങളുടെ കാലം കഴിഞ്ഞു, ഇപ്പം മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാലമായി. ഇപ്പം ഇസ്രായേൽ ലേസർ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നപ്പം യുദ്ധം ഏത് കാലഘട്ടത്തിലേക്ക് പോയി? ലേസറിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയി. ലേസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലൈറ്റ് തന്നെയാണ്, പക്ഷെ അതിന് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. പ്രകാശത്തെ നമ്മൾ പ്രകാശം എന്ന് വിളിക്കുമ്പം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. അങ്ങനെ കോസ്മിക് റേസ് മുതൽ ഇങ്ങ് റേഡിയോ വേവ്സ് വരെ വരുന്ന ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വലിയൊരു സാധനം ഉണ്ടല്ലോ, പറ്റി പഠിക്കണില്ലേ? അതിനകത്തുള്ള മുഴുവൻ റേഡിയേഷനെയും നമ്മൾ ലൈറ്റ് എന്നാണ് സാധാരണഗതി പറയുക. അപ്പോൾ ഇവിടെ ചൂട് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. ചൂട് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. ആ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഭയങ്കര ഇൻറ്റൻസിറ്റി കൂട്ടി, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് ഇൻ യൂണിറ്റ് സ്പേസ് അത് കൂട്ടുക, അതിനാണ് ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറയുക. നമ്മളൊരു തിരമാലയുമായിട്ട് അതിനെ നമ്മൾ സാമ്യപ്പെടുത്തുകയാണെങ്കിൽ തിരമാലയുടെ ഉയരം കൂട്ടുക. തിരമാലയുടെ ഉയരം കൂടുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കൂടിയെന്ന് നമ്മൾ പറയും, അതിന് ശക്തി കൂടും, ശക്തി കൂടും. അങ്ങനെ വളരെയേറെ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിപ്പിച്ച ഒരു പർട്ടിക്കുലർ വേവ്, ഇൻഫ്രാറെഡ് വേവ്. ആ വേവ് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ നേരെ പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ഹീറ്റ് വേവ്. ഹീറ്റ് കൊണ്ട് എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? കരിഞ്ഞു പോകും, കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു അതുപോലത്തെ ഒരു ബീം ഇൻഫ്രാറെഡ് എൻ്റെ മേത്തേക്ക് വിട്ടാൽ എന്ത് സംഭവിക്കും? ഇതിനൊരു തുളയുണ്ടാവും, ഈ തുള കടന്ന് അങ്ങോട്ട് പോകും. അപ്പം ഇതേ ബീം നിങ്ങളൊരു വിമാനത്തിലേക്ക് പ്രയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? വിമാനത്തിന് ഓട്ട വീഴും. ഡ്രോണിൽ പ്രയോഗിച്ചാൽ ഡ്രോണിൽ ഓട്ട വീഴും. മിസൈലിൽ പ്രയോഗിച്ചാൽ മിസൈലിൽ ഓട്ട വീഴും. മിസൈലിനകത്ത് ബോംബുണ്ടെങ്കിൽ ബോംബിനും ഓട്ട വീഴും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വക ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഇതിന് നിർവീര്യമാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നിന് പ്രകാശത്തിൻ്റെ വേഗമാണ്. പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അല്ലേ? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ആർക്കെങ്കിലും അത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. നമ്മുടെ KSRTC ബസ് ഉണ്ടല്ലോ, 80 km/h ഓടിയാൽ വിറയ്ക്കും. 80 കിലോമീറ്റർ ഒരു മണിക്കൂറിലാണ്, വിറയ്ക്കും. നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്നത് 80, 90, 100 കിലോമീറ്റർ സ്പീഡാണ്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് പേടിയാവും. 100 km/h ഞാൻ ബസ്. പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിലാണ്, ഇത് അവറാണ്. വിമാനത്തിൻ്റെ വേഗത എത്രയാണെന്നറിയാമോ? വിമാനത്തിൻ്റെ വേഗത 700 മുതൽ 1100 കിലോമീറ്റർ വരെയാണ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഏറ്റവും ബെസ്റ്റ് ഫ്ലൈറ്റുകൾ പോകുന്ന സ്പീഡാണ് 1100 കിലോമീറ്റർ. സാധാരണ 900 കിലോമീറ്ററാണ് ഒരു ആവറേജ് സ്പീഡ്. 900 km/h
സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളാണ്. അവയുടെ വേഗത 1250 കിലോമീറ്റർ മേലെയാണ്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത 3000 km/h വരെയാണ്. ഒരു മണിക്കൂറിൽ 3000 കിലോമീറ്റർ. പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. നിങ്ങൾ ടാർഗറ്റ് 100 കിലോമീറ്റർ അകലെയാണെന്ന് വിചാരിക്കും. ഒരു മിസൈൽ നിങ്ങളുടെ നേരെ വരികയാണ്, അത് 100 കിലോമീറ്റർ അകലെയാണ്. നിങ്ങൾ ആ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് ലേസർ വിടുന്നു. ലേസർ അവിടെ എത്ര സമയം വേണം? എത്ര സമയം വേണം? 0 ടൈം. നോ ടൈം ഈസ് റിക്വയർഡ്. സമയം വേണ്ട. നിങ്ങളിവിടുന്ന് ഓണാക്കി അവിടെ എത്തി. അപ്പം അതാണ് നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ പ്രശ്നം. ഒരു മിസൈൽ ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾ ഇന്റർസെപ്റ്റിംഗ് മിസൈൽസ് അയക്കും. ഒരു മിസൈലിനെ എതിർക്കാൻ വേണ്ടി ആരോ 3 എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ മിസൈൽസ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന മിസൈലിനെ ചെറുക്കാൻ വേണ്ടി ആരോ 3 നിങ്ങൾ അയക്കുന്നു. ആരോ 3 അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മറ്റേ മിസൈലിന്റെ ഡയറക്ഷൻ മാറി. അപ്പോൾ ഈ മിസൈൽ പിന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് താഴെ തന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഗൈഡ് ചെയ്ത് പോയിട്ട് പിടിക്കണം. ഇപ്പോൾ ഒരു ആരോ 3 അല്ല വിടുക കേട്ടോ. ഒരു മിസൈലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി 3ഉം 4ഉം ആരോ 3 ആണ് വിടുക. ഈ വരുന്ന മിസൈലിൻ്റെ ചിലവ് എത്രയാണെന്നറിയാമോ? വരുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരമാവധി ചിലവ് 1 ലക്ഷം രൂപയാണ്. ഈ പോകുന്ന ഒരു ആരോ 3യുടെ ചിലവ് എത്രയാണെന്നറിയാമോ? 40 മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. സോ മിസൈൽ ഇൻ്റർവെൻഷൻ ഈസ് വെരി കോസ്റ്റ്ലി. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം മിസൈൽ അയക്കാൻ ചീപ്പാണ്. അതുകൊണ്ടാണ് ഭീകരന്മാർ എപ്പോഴും മിസൈൽ അയച്ച് കളിക്കുന്നത്. മിസൈൽ അയക്കാൻ ഭയങ്കര ചീപ്പാണ്. അത് ഇൻ്റർഫിയർ ചെയ്യാൻ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ യുദ്ധത്തിൽ ഓവർകം ചെയ്യുന്നത്. ഞാൻ ടെക്നോളജിയുടെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഇത് പറഞ്ഞതാണ്. ഇനി ഇത് സംഭവിക്കാൻ പോകുന്നത് സാറ്റലൈറ്റുകളിൽ ഈ ലേസർ ജനറേഷനുള്ള സംവിധാനം ഉണ്ടാക്കി വയ്ക്കും. സാറ്റലൈറ്റുകളിൽ. അപ്പം നിങ്ങൾ എവിടെ നിന്ന് നിങ്ങളുടെ ശത്രു രാജ്യം ഒരു പ്രൊജക്ടൈൽ, അത് വിമാനമായിക്കൊള്ളട്ടെ, മിസൈൽ ആയിക്കൊള്ളട്ടെ, ഡ്രോൺ ആയിക്കൊള്ളട്ടെ, എവിടെ നിന്ന് അത് ഉയർത്തുന്നുവോ ആ സ്ഥലത്ത് തന്നെ അതിനെ വീഴിക്കാൻ പറ്റും സാറ്റലൈറ്റ് ഉപയോഗിച്ച്. അപ്പം ഇങ്ങനെയാണ് ടെക്നോളജി വളരുന്നത്. ഈ ടെക്നോളജിയുടെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുവാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. നിങ്ങൾക്കറിയാമോ, നാസ എന്ന് പറയുന്നത് 4 ലക്ഷത്തോളം സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. നാസയിലെ 30 രാജ്യങ്ങളുണ്ട്. ഒരു രാജ്യമല്ല, അമേരിക്കയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 30 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 4 ലക്ഷത്തോളം സയൻറ്റിസ്റ്റുകളുള്ള ഒരു നെറ്റ്വർക്കാണ് നാസ എന്ന് പറയുന്നത്. ഈ നാസയിലെ സയൻറ്റിസ്റ്റുകളിൽ 30% ആളുകൾ ഇന്ത്യക്കാരാണ്. അത് നിങ്ങൾക്കറിയാം. നാസ സയൻറ്റിസ്റ്റുകളിൽ 30% ഇന്ത്യക്കാരാണ്. അത്രയും സമർത്ഥരാണ് നമ്മൾ ദീർഘകാലം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നത് കൊണ്ടും പിന്നീട് വന്ന നമ്മുടെ പൊളിറ്റിക്കൽ നേതൃത്വത്തിന് ലക്ഷ്യബോധമില്ലാതെ പോയതുകൊണ്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ച പതുക്കെ ആയിപ്പോയതാണ്. ഇപ്പോഴിത് വളരുന്നുണ്ട്. ഒരു 10, 25, 30 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മുൻപന്തിയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ രാജ്യം എത്തും. അങ്ങനെ എത്തിക്കേണ്ട ജോലി ആർക്കാണ്? നിങ്ങൾക്കാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണല്ല. രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യരാണ്. ഇപ്പം എനിക്ക് ഇത് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. നമ്മൾ ആദ്യം യേശുവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ഇതൊരു മഹാഭാരത കഥയായിക്കോട്ടെ. ഒരു ഗുരുകുലം. ആ ഗുരുകുലത്തിൽ ധാരാളം ശിഷ്യന്മാർ വന്നു പോകാറുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് വിദ്യകളൊക്കെ പഠിച്ച്, പൊതുവേ അന്ന് മഹാഭാരതം, രാമായണം ഇങ്ങനത്തെ കാര്യങ്ങളും സംസ്കൃതവും ഒക്കെയാണ് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് അവസാനം ഗുരുവിൽ നിന്ന് വേർപെട്ടു പോയി ഇവർ ഗൃഹസ്ഥം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ജോലിയൊക്കെ സ്വീകരിച്ച് ഒരു കുടുംബമായി താമസിക്കുന്ന കാലഘട്ടം. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഗുരുവിന് നന്ദിയൊക്കെ പറഞ്ഞ് വണങ്ങി ഇങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ 2 ശിഷ്യന്മാർ അവരുടെ ഗുരുകുലത്തിലെ വാസമൊക്കെ അവസാനിപ്പിച്ച് അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അവർ ഗുരുവിനെ വന്ന് കണ്ടു. ഗുരുവിന് പറഞ്ഞു, ഞങ്ങളുടെ ഗുരുകുലത്തിലെ കാലം കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, നന്ദി എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ഗുരു പറഞ്ഞു, നിൽക്ക്, പോകാറായിട്ടില്ല, ഒരു ചെറിയ പരീക്ഷണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ പരീക്ഷകളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? പരീക്ഷണങ്ങളെ ഇഷ്ടമാണോ? പുതിയ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണിത്. അപ്പോൾ ഇനിയൊരു പരീക്ഷയോ, ഇതുവരെ ഇയാൾക്ക് പരീക്ഷിച്ചിട്ടൊന്നും മതിയായില്ലേ എന്ന് ഒരു ശിഷ്യൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. മറ്റേ ശിഷ്യൻ വിചാരിച്ചു, പരീക്ഷയില്ലേ, പോരട്ടെ, നമുക്ക് നോക്കാം. അയാൾ എപ്പോഴും പസിൽസ് സോൾവ് ചെയ്യുന്നതിൽ താല്പര്യമുള്ള ആളാണ്. അപ്പം ഗുരു പറഞ്ഞു, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു
2 മുറികളുള്ള അടുത്തടുത്ത് 2 മുറികളുള്ള ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആ മുറി തുറന്ന് കാണിച്ചു കൊടുത്തു. തീരെ വൃത്തികെട്ട മുറിയാണ്, ഒരു ഡോറേ ഉള്ളൂ, ആകെ വല പിടിച്ച് വൃത്തികേടായി കിടക്കുന്നുണ്ട്. 2 മുറി ഒരേപോലെ വൃത്തികേടാണ്. എന്നിട്ട് 2 ശിഷ്യന്മാരുടെയും കയ്യിൽ ഓരോ നാണയങ്ങൾ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ 2 പേരുടെ കയ്യിലും ഓരോ നാണയം വീതം ഞാൻ വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് വരാം. ഞാൻ വരുമ്പം ഈ മുറി നിറച്ചും എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഈ മുറി നിറച്ചും എന്തെങ്കിലും ഉണ്ടായിരിക്കണം. എൻ്റെ ഗുരു പോയി. ഇപ്പം നമ്മുടെ ഈ പെട്ടെന്ന് റിട്ടയർഡ് ആവുന്ന ശിഷ്യനുണ്ടല്ലോ, അയാൾ വിചാരിച്ചു അല്ലെങ്കിലും ഇയാളുടെ ചൊറിയനാണ്, എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുതരും. ഈ ഒരു നാണയം വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് എങ്ങനെ നിറയ്ക്കാനാണ്? ഇത് നിറച്ച വലിയ മുറി എങ്ങനെ നിറയ്ക്കാനാണ്? അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ആലോചിച്ചു. മൂപ്പർക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. അപ്പം അങ്ങനെ ഇടുമ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അത് ഈ മുനിസിപ്പൽ വേസ്റ്റ്, നമ്മുടെ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വേസ്റ്റ് ഉണ്ടല്ലോ, മുനിസിപ്പൽ വേസ്റ്റ്, ഈ വേസ്റ്റ് ഈ ചണ്ടാളന്മാരിങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്നതാണ്. അത് രാജവീതിയിലൂടെ കൊണ്ടുപോകാൻ അനുവാദമില്ല. കാരണം രാജവീതിയിൽ പോകുന്നവർക്ക് മണക്കും. അതിൻ്റെ അരികിലുള്ള ഒരു കുഞ്ഞു വഴിയിലൂടെ ഇത് ഉന്തിത്തള്ളി കൊണ്ടുപോയിട്ട് നഗരത്തിന് പുറത്തു കൊണ്ട് കളയണം. അങ്ങനെ ഇത് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന ചണ്ടാളന്മാരുണ്ടാക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. പെട്ടെന്ന് ഇവൻ്റെ തലയിൽ ലഡു പൊട്ടി. ഐഡിയ വന്നു. ഇവൻ വേഗം ഓടി ഈ പറഞ്ഞ ആളുകളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു നാണയം എൻ്റെ കയ്യിലുണ്ട്, ഞാനൊരു സ്ഥലം തരാം, നിങ്ങൾ ഇതുകൊണ്ട് അവിടെ ഇടുവോ എന്ന് ചോദിച്ചു. ഇവരെ കാണുന്നവരൊക്കെ തല്ലി ഓടിക്കലാണ് സാധാരണ പതിവ്. ഇവിടെ ഇതാ ഒരുത്തം കൊണ്ടുവന്നിട്ടൊരു നാണയം തന്നിട്ട് പറയുന്നു, ഞാൻ ഒരു നാണയം തരാം, നിങ്ങളിത് ഇവിടെ ഞാൻ പറയുന്ന സ്ഥലത്തോണ്ട് ഇടുവോ? വെറുതെ ഉന്തിത്തള്ളി കുറേ ദൂരെ കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ ഇടാൻ സ്ഥലമുണ്ടല്ലോ. അതുകൊണ്ട് അവരത് ഉന്തി ഇവൻ പറഞ്ഞ സ്ഥലത്തെത്തിച്ചു. അങ്ങനെ ഈ മുറിക്കകത്ത് ഈ സാധനം ഇവർ നിറച്ച് മുറി മുഴുവൻ നിറച്ചു. അങ്ങനെ മുഴുവൻ നിറച്ചിട്ട് കതക് അവിടെ അടച്ചു വെച്ചു. നിറഞ്ഞു. അവന് നല്ല തൃപ്തിയായി. മുറി നിറച്ച് സാധനമായി. ഇനി ഗുരു വന്നിട്ട് മുറി നിറച്ചില്ല, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്ന പ്രശ്നമില്ല, നിറച്ചുണ്ട്. ഒരു നാണയം കൊണ്ട് നിറച്ചാക്കി വെച്ചു. 2ാമത്തെ ശിഷ്യൻ, അയാൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വേവലാതിയില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനുള്ളിലേക്ക് നോക്കി, എന്താ പ്രശ്നം? ആകെ വൃത്തികെട്ട മുറിയാണ്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അയാൾ ചൂല് കൊണ്ടുവന്ന് അതൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി, ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുറച്ച് തുണിയൊക്കെ കൊണ്ടുവന്ന് തുടച്ച് നല്ല നീറ്റാക്കി മുറി വൃത്തിയായി. പിന്നീട് അയാൾ മാർക്കറ്റിൽ പോയി ആ ഒരു നാണയത്തിന് ഒരു വിളക്ക്, ചന്ദനത്തിരി, ഒരു ദേവന്റെ കുഞ്ഞു വിഗ്രഹം, ഒരു മുല്ലപ്പൂമാല, ഇത്രയും വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ മുറിയിൽ വന്ന് ആ മുറിയിൽ വിളക്ക് അതിന് നടുക്ക് പ്രതിഷ്ഠിച്ചു. അതിന് തൊട്ടുപുറകിൽ ആ ദേവന്റെ വിഗ്രഹം വെച്ചു. അതിൽ മുല്ലപ്പൂമാല ചാർത്തി ചന്ദനത്തിരിയൊക്കെ ഒരു വാഴപ്പിണ്ടിയിൽ ഇങ്ങനെ കുത്തി കുത്തി വെച്ചു. എന്നിട്ട് അയാൾ പോയി കുളിച്ച് വൃത്തിയായി വന്ന് ആ വിഗ്രഹത്തിൻ്റെ മുൻപിലിരുന്ന് ആ ദീപം കൊളുത്തി ചന്ദനത്തിരികൾ കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗുരു വൈകുന്നേരം പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ഷൻ വന്നു. അപ്പോൾ 1ാമത്തവൻ മുറിയുടെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടപ്പോഴേ മൂപ്പർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇവൻ്റെ മേത്ത് മുഴുവൻ ഈ സാധനത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പോൾ ഇവൻ വളരെ വിജയശ്രീലാണ് പറഞ്ഞു, നിറച്ചില്ല എന്ന് പറയരുതെന്ന്. ശരിക്കും നിറച്ചിട്ടുണ്ട്. എന്തോടെ നീ നിറച്ചത് കാണിച്ചു തരൂ. ഇവൻ ഈ വാതിലിങ്ങോട്ട് തുറന്നു. ഒരൊറ്റ വരവാണ് അതിനകത്ത് നിങ്ങോട്ട് പുറത്തേക്ക്. ഗുരു ഒരു വിധത്തിൽ ചാടി രക്ഷപ്പെട്ടു, ബേത്ത് വീഴാതെ ഓടി രക്ഷപ്പെട്ടു. 2ാമത്തെ ശിഷ്യൻ്റെ അടുത്തേക്ക് പോയി. അവിടെ മുറി നിറച്ചുമല്ല, അതിനേക്കാളേറെ മുറിയിൽ നിന്ന് കവിഞ്ഞൊഴുകി വരുന്ന സുഗന്ധം, ചന്ദനത്തിരിയുടെ സുഗന്ധം, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം മുറി നിറഞ്ഞ് പുറത്തേക്ക് കവിഞ്ഞൊഴുകി വരും. പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ ശബ്ദം മുറി നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി വരുന്നു. മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശവും കുറേശ്ശെ കുറേശ്ശെ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നു. ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മുറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഈ മുറി? ഈ മുറി നിങ്ങളുടെ മനസ്സാണ്. ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്കിത് രണ്ടും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നിങ്ങളുടെ മുറി നിറയെ പ്രകാശമായി, പ്രാർത്ഥനയായി, സുഗന്ധമായി നിറച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകാം.
അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരുപക്ഷെ ലഹരിയുടെയോ പോർണോഗ്രാഫിയുടെയോ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളുടെയൊക്കെ ചെളികളുണ്ടാവും, മുനിസിപ്പൽ വേസ്റ്റ് ഉണ്ടാവും. അത് വേണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തി നിറച്ചും നിങ്ങൾക്ക് തിരിച്ചു പോകാം. അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വിട്ടുതരുന്നു. നല്ലതുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.